ഹായ് എവരിവൺ, ഐപ്ലസിന്റെ ഫിറ്റർ എക്സാംസ് MCQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ 8ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സൂരജ് സാറ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് നമ്മളൊപ്പം ഉണ്ട്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ആൻസർ പറയുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സൂരജ് സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു നിതിൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 8 പ്രധാനമായിട്ടും ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആസ് പെർ IS 1730, ആസ് പെർ IS 1730 1989 maximum nominal thickness of the sheet, maximum nominal thickness of the sheet എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആസ് പെർ IS 1730 1989 maximum nominal thickness of sheet. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 3.5 mm, ഓപ്ഷൻ ബി 4.65 mm, ഓപ്ഷൻ സി 4.3 mm, ഓപ്ഷൻ ഡി 3.15 mm. അപ്പോൾ നമ്മൾ തിക്നെസ്സുമായി ബന്ധപ്പെട്ട് എന്താണ്? അപ്പോൾ നമുക്കറിയാം ഫോയിൽസ് ഉണ്ട്, ഷീറ്റ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, സ്ട്രിപ്പ് ഉണ്ട്, അങ്ങനെ നിരവധി പേരുകൾ നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ തിക്നെസ്സിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഷീറ്റ് എന്നും പ്ലേറ്റ് എന്നും സ്ട്രിപ്പ് എന്നും ഫ്ലാറ്റ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇതിന്റെ തിക്നെസ് ഒരു തിക്നെസ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ IS 1730 പ്രകാരം 1982 മാക്സിമം നോമിനൽ തിക്നെസ് ഷീറ്റിന്റെ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഷീറ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം, തിക്നെസ് എത്രയാണെന്നുള്ള ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഒന്ന് ഗസ് ചെയ്ത് നോക്കേ. ഓപ്ഷൻ എ 3.5 mm എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ IS കോഡ് പ്രകാരം, അതായത് ഈ പറഞ്ഞ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമുക്ക് 1730 പ്രകാരം നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ തിക്നെസ് വരിക 4.65 mm ആണ്. 4.65 mm ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ IS കോഡിൽ നിന്ന് തന്നെ ക്രോപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ടേബിൾ ആണ്. സ്റ്റാൻഡേർഡ് നോമിനൽ തിക്നെസ് ഓഫ് ഷീറ്റ് ഇൻ MM എത്രയാണ് പറയുന്നത്? 0.4 mm മുതൽ 4.65 mm വരെയാണ് നമ്മൾ ഇത്തരത്തിൽ ഷീറ്റിന്റെ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പൊ പ്ലേറ്റുകൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ പ്ലേറ്റുകളാകുമ്പോൾ നമുക്ക് പറയാം ഏകദേശം 5 mm മുതൽ ഏകദേശം 63 mm വരെയാണ് പ്ലേറ്റ് നമ്മൾ ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. 63 mm, അത് 6.3 സെന്റിമീറ്റേഴ്സ് വരെയാണ് പ്ലേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. ഏകദേശം സ്ട്രിപ്പുകൾ ഉണ്ടാവും. നമുക്കറിയാം മെറ്റൽ സ്ട്രിപ്സ് അവൈലബിൾ ആണ്. സ്ട്രിപ്പുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 1.6 mm മുതൽ ഇതെല്ലാം നമ്മൾ പറയുന്നത് കോഡ് IS സ്റ്റാൻഡേർഡ് പ്രകാരമാണ്. സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് കോഡ് പ്രകാരം, IS കോഡ് പ്രകാരം ഇത്തരത്തിലാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടത് ആ ഒരു വാല്യൂ നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 1.6 mm മുതൽ 10 mm വരെയാണ് 10 mm വരെയാണ് നമ്മളുടെ ആ ഒരു സ്ട്രിപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും തിക്നെസ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ ഉണ്ടാവും. ദാറ്റ് ഈസ് മെറ്റൽ ഫ്ലാറ്റുകൾ ഉണ്ടാകും. സോ ഫ്ലാറ്റ്സിനെ നമ്മൾ ഇത്തരത്തിൽ ഏകദേശം 3 mm മുതൽ ഏകദേശം 50 mm വരെയാണ് നമ്മൾ സാധാരണ ആ ഒരു തിക്നെസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ IS 1730 അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതെ IS കോഡ് ഫോർ ഷീറ്റ് മെറ്റൽസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് IS കോഡ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു കോഡിനകത്ത് നിങ്ങൾ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. ഈ കോഡൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവർ എടുത്ത് പറയുന്നുണ്ട്. IS ദാറ്റ് ഈസ് ആസ് പെർ IS 1730 നിങ്ങൾ ഈ രീതിയിൽ വേണം ചോദിക്കാം. അതായത് ഷീറ്റ് മെറ്റലുകളെ ഷീറ്റ് മെറ്റലുകളെ കുറിച്ച് പറയുന്ന IS കോഡ് ഏതാണ്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്ന IS കോഡ് ഏതാണ്? പ്രധാനമായിട്ടും സ്റ്റീലാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റീൽ, അതായത് നമ്മുടെ സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഷീറ്റുകളാണ് പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഒരു നമ്മുടെ എഞ്ചിനീയറിംഗ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ഷീറ്റുകളെ ഡിഫൈൻ ചെയ്യുന്ന IS കോഡ് ഏതാണെന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം എഴുതാം. IS 1730 1989. അങ്ങനെയും ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ആസ് പെർ IS 1730 1989 ഷീറ്റ് മെറ്റൽ ആർ ഡെസിഗ്നേറ്റഡ് ആസ്. ഷീറ്റ് മെറ്റലുകൾ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്? ഷീറ്റ് മെറ്റൽ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്?
അപ്പൊ അത് നോക്കിയേ, ISPL ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻ mm അല്ലെ, ഇത്തരത്തില് ISPL ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻ mm, ISSH ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻ mm. ഓപ്ഷൻ സി പറയുന്നത് ISF ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻ mm. ഓപ്ഷൻ ഡി ISST ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻ mm. അപ്പൊ ഇവിടെ എല്ലാ MM-ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ABCD 4 ഓപ്ഷനകത്ത് ഏതായിരിക്കും നമുക്ക് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി തന്നെയാണ് അല്ലെ, യെസ് റൈറ്റ് ആൻസർ തന്നെയാണ്. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. ISSH ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഷീറ്റ് മെറ്റൽ, ഇത്തരത്തിൽ ഷീറ്റ് മെറ്റലുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ISSH ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് പ്രധാനമായിട്ടും പറയുന്നുണ്ടാവുക. അപ്പൊ ഇതും നമ്മളുടെ ആ ഒരു കോഡിൽ അവർ എടുത്ത് പറയുന്നതാണ്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ പ്ലേറ്റുകളാണെന്നുണ്ടെങ്കിൽ ISPL ആണ്, followed by figures denoting length, width, thickness of the plate അല്ലെ, പ്ലേറ്റുമായി ബന്ധപ്പെട്ട്. ഇനി അതല്ല, ഇത്തരത്തിൽ ഷീറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ ISSH followed by എന്താണ് ഫിഗർ ഡിനോട്ടിംഗ് ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ഇൻ mm ഓഫ് ദ ഷീറ്റിന്റെ അല്ലെ. നമുക്കറിയാം ഷീറ്റ് ഇത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ കൃത്യമായിട്ട് ഒന്നുകൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷീറ്റുകൾ ഉണ്ടാവും അല്ലെ. ഷീറ്റിന്റെ തിക്നെസ് ആണ് ഈ T കൊടുത്തിരിക്കുന്നത്. അതിന്റെ വിഡ്ത്ത് ഉണ്ടാവും, ഇതാണ് നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലെങ്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ ലെങ്ത് ഇൻ mm, അതുപോലെ തന്നെ വിഡ്ത്ത് ഇൻ mm, അതുപോലെ തന്നെ തിക്നെസ് ഇൻ mm ആണ് പ്രധാനമായിട്ടും ആ ഒരു ഷീറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സ്ട്രിപ്പുകളാണെന്നുണ്ടെങ്കിൽ, മെറ്റൽ സ്ട്രിപ്പുകളാണെന്നുണ്ടെങ്കിൽ ഷാൽ ബി ഡെസിഗ്നേറ്റഡ് ബൈ ISST ഫോളോഡ് ബൈ ദ വിഡ്ത്ത്, തിക്നെസ് മാത്രമല്ലേ, അവിടെ ലെങ്ത് ഇല്ല, അവിടെ വിഡ്ത്തും തിക്നെസ്സും മാത്രമേ ഉള്ളൂ. ദെൻ ഫ്ലാറ്റുകളാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മെറ്റൽ ഫ്ലാറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഷാൽ ബി ഡെസിഗ്നേറ്റഡ് വിത്ത് വിഡ്ത്ത് ഫോളോഡ് ബൈ ലെറ്റർ ISF. ഇത്തരത്തില് വിഡ്ത്തും അതുപോലെ തന്നെ ISF ഉണ്ടാവും, അതുപോലെ തന്നെ തിക്നെസ് ഇൻ mm ആയിരിക്കും അല്ലെ, ഫോളോഡ് ബൈ ലെറ്റർ ISF, അതിന് തിക്നെസ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ അപ്പൊ അത് അത്തരത്തിലാണ് നമ്മളുടെ ആ ഒരു ഡെസിഗ്നേഷൻ വരുന്നുണ്ടാവുക. ഇത്തരത്തിൽ പ്ലേറ്റുകളായിക്കോട്ടെ, ഷീറ്റുകളായിക്കോട്ടെ, സ്ട്രിപ്പുകളായിക്കോട്ടെ, ഫ്ലാറ്റുകളായിക്കോട്ടെ, ആസ് പെർ IS 1730 എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. സോ ഇതാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള IS കോഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡെസിഗ്നേഷനും അതുപോലെ തന്നെ തിക്നെസ്സും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സോ ഡു നോട്ട് ഗ്രൈൻഡ് മെറ്റീരിയൽസ് വിച്ച് ആർ, ഇത് നമ്മുടെ ജനറൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഡു നോട്ട് ഗ്രൈൻഡ് മെറ്റീരിയൽസ് വിച്ച് ആർ 5 mm or less, 3 mm or less, 2 mm or less, 1 mm or less. എങ്ങനെ ആയിരിക്കും? സോ ജനറൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ ഡു നോട്ട് ഗ്രൈൻഡ് മെറ്റീരിയൽസ് വിച്ച് ആർ ഹാവിംഗ് എ തിക്നെസ് 5 mm or less, 3 mm or less, 2 mm or less. ഓപ്ഷൻ 2 ആണ്, സി ആണ്. ഓപ്ഷൻ സി. ഓക്കെ, ആ ഓപ്ഷൻ സിയിലേക്ക് വരാം. സോ ഓപ്ഷൻ സി, ഓക്കെ, 2 mm or less ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് 3 mm or less ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ 3 mm or less ആണ് നമുക്ക് വരുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 mm താഴെ ഉള്ളതൊക്കെ നമ്മൾ സാധാരണ ഗ്രൈൻഡ് ചെയ്യാറില്ല കേട്ടോ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. തിക്നെസ് വളരെ കുറവായിട്ടുള്ളതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊരു എന്താണ് അത്രയും നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, അത് ഹോൾഡ് ചെയ്യാനായിരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് 3 mm താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അത് കൺവീനിയന്റ് ആയിട്ടുള്ള മറ്റ് മെത്തേഡുകൾ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഡു നോട്ട് ഗ്രൈൻഡ് മെറ്റീരിയൽ വിച്ച് ആർ 3 mm or less എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. അതും ജനറൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടവർ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഡ്യൂറിംഗ് ഗ്രൈൻഡിങ് ജസ്റ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വർക്ക് റസ്റ്റ് ആൻഡ് ദ ഗ്രൈൻഡിങ് വീൽ ഈസ് ടു ഡാഷ്. അതായത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും വർക്ക് റെസ്റ്റും കറസ്പോണ്ടിങ് ഗ്രൈൻഡിങ് വീലും തമ്മിൽ. അതായത് വർക്ക് റെസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ വർക്ക് റെസ്റ്റും ഗ്രൈൻഡിങ് വീലും തമ്മിൽ വളരെ ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എത്രയാണെന്നുള്ള പ്രീവിയസ് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ പറഞ്ഞ രീതിയിൽ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ യെസ് റൈറ്റ് ആൻസർ ആണ്. 1 to 2 mm ആണ് റൈറ്റ് ആൻസർ ആണ്. 1 to 2 mm ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷീറ്റ് മെറ്റലിനോട് കൂടി അവർ ഇങ്ങനെ കിടക്കുന്ന ഒരു പോർഷനാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് 1-2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. The GI sheet is coated with a layer of, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം, സംശയമൊന്നും വേണ്ട, സിങ്ക് തന്നെയാണ് അല്ലെ. നമുക്കറിയാം
ഈ പറഞ്ഞ ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ റോട്ട് അയൺ ഒക്കെ സാധാരണഗതിയിൽ എന്താണ് ഇത്തരത്തിൽ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിൽ എന്തിനു വേണ്ടിയിട്ട് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാനൊക്കെയാണ് സാധാരണഗതിയിൽ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യുന്നുണ്ടാവുക. സോ GI എന്ന് പറയുമ്പോൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റുകളെയാണ് GI ഷീറ്റ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പം ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും എന്ത് തന്നെയാണ് ഇത്തരത്തിൽ സിങ്ക് അതിന്റെ മുകളിൽ നമ്മൾ കോട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക GI ഷീറ്റ് എന്ന് പറയും, GI ഷീറ്റ് എന്ന് പറയും. സോ സോഫ്റ്റ് അയൺ ഷീറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് തരത്തിലുള്ള സിങ്ക് കോട്ടഡ് ആയിട്ടുള്ള സോഫ്റ്റ് അയൺ ആണ് പൊതുവെ നമ്മൾ GI ഷീറ്റ് എന്ന് പറയുന്നത്. സിങ്ക് കോട്ടഡ് അയൺ ഈസ് നോൺ ആസ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത് GI ഷീറ്റ് അല്ലെങ്കിൽ GI എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നുണ്ടാവുക. സിങ്ക് കോട്ടിംഗ് റെസിസ്റ്റ് കൊറോഷൻ, ഇത്തരത്തിൽ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് ദ മെറ്റൽ ആൻഡ് പെർമിറ്റ് ടു ബി സോൾഡേർഡ് വിത്ത് ഗ്രേറ്റർ ഈസ്. ഇത്തരത്തിൽ GI ഷീറ്റിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് സോൾഡറിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആർട്ടിക്കിൾസ് സച്ച് ആസ് ഫാൻസ്, ബക്കറ്റ്സ്, ഫർണസസ്, അതുപോലെ തന്നെ ഹീറ്റിംഗ് ഡക്റ്റുകൾ, ക്യാബിനറ്റ്സ്, ഗട്ടേഴ്സ് എക്സെട്ര ആർ മെയ്ഡ് മെയിൻലി ഫ്രം GI ഷീറ്റ്. ഇത്തരത്തിലുള്ള GI ഷീറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ GI ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ സാധാരണ മാനുഫാക്ചർ ചെയ്യാറുള്ളത്. അപ്പോൾ ചോദ്യം വരാൻ സാധ്യത കൂടുതൽ ഇത്തരത്തിൽ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന സിങ്ക് കോട്ടിംഗ് തന്നെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്. മറ്റൊരു പോയിന്റിലേക്ക് വരാം, മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിത്ത് ദ ഇൻക്രീസ് ഇൻ ഗേജ് നമ്പർ thickness of sheet metal dash. യെസ്, ഏതാണ് ഉത്തരം വരിക? ഡിക്രീസിങ്. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പൊ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന ഇൻക്രീസ് കൊടുത്തിട്ടുണ്ട്, ഡിക്രീസ് റിമെയിൻ സെയിം നൺ ഓഫ് ദി അല്ലെ, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന ഗേജ് നമ്പർ പ്രകാരമായിരിക്കും നമ്മൾ ഓരോ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് അനുസരിച്ച് നമ്മൾ ഗേജ് നമ്പർ പറയാറുണ്ടാവും. അപ്പൊ ഗേജ് നമ്പർ നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് കൊണ്ട് നമ്മൾ ആ ഒരു നമ്പറിലേക്ക് പറയുന്നുണ്ടാവും. SWG നമ്പറാണ് പറയുന്നുണ്ടാവുക, സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പൊ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ ഒരു ഗേജ്, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരത്തിൽ ഷീറ്റ് മെറ്റൽ ട്രേഡ് നമ്മൾ ചെയ്ത സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഇത് വന്നിട്ടുണ്ടാവും, എല്ലാവരുടെയും കയ്യിൽ വന്നിട്ടുണ്ടാവും. ഈ പറയുന്ന വയർ ഗേജ് കൊണ്ടാണ് നമ്മൾ ആ ഒരു തിക്നെസ് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവുക, ഗേജ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ആണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പം ഇവിടെ ഡിക്രീസ് വന്നു അല്ലെ, അതായത് എന്താണ് ചോദ്യം വന്നത്? ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഗേജ് നമ്പർ കൂടുന്നതനുസരിച്ച് ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ്സിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ ഗേജ് നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ 0, 1, 2, 3 എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗേജ് നമ്പർ വന്നിട്ട് എവിടെയാണ് ലാസ്റ്റ്? 31, 32, 33, 34, 35, 36 അല്ലെ, 36 വരെ. അപ്പൊ ഇത് ഓർത്തിരുന്നാൽ മതി. 0 to 36 ആണ് അവിടുത്തെ ഗേജ് നമ്പർ. അപ്പം 0 to 36 ആണ് SWGയില് ആ ഗേജ് നമ്പർ. നിങ്ങൾ ഇങ്ങനെയും ചോദിക്കാം, എത്ര വരെ നമ്പർ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. 36 അല്ലെ. അപ്പൊ 0 to 36 ആണ്. സോ റേഞ്ച് എങ്ങനെയാണ്? 0 to 36 ആണ് അതിന്റെ ഒരു ഗേജിന് നമ്പർ നമ്മൾ സ്റ്റാൻഡേർഡ് വയർ ഗേജിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ 36 വന്നപ്പോൾ വളരെ ചെറിയ തിക്നെസ് ആണ്. 36 വന്നപ്പോൾ വളരെ ചെറിയ തിക്നെസ് ആണ്. 0 നോക്കിയേ വളരെ വലിയ തിക്നെസ് ആണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് അല്ലെ. അപ്പൊ ഗേജ് നമ്പർ കൂടുന്നതനുസരിച്ച് എന്താണ്? തിക്നെസ് കുറയുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. 0 to 36 ആണ് അവിടുത്തെ ആ ഒരു ഗേജ് നമ്പറുകൾ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണപ്പെടുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ക്വസ്റ്റിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈലി കൊറോസീവ് ആസിഡ്? മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഉത്തരം വരിക? ഓപ്ഷൻ ഡി, ലെഡ് ഷീറ്റ്. അപ്പം ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും കാണാതെ നമ്മൾ അങ്ങോട്ട് പോകരുത്. അപ്പൊ ഇത്തരത്തിലുള്ള ലെഡ് ഷീറ്റ് കൊണ്ട് നമ്മൾ സാധാരണ എന്താണ് ഹൈലി കൊറോസീവ് ആയിട്ടുള്ള ആസിഡ് ടാങ്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് അങ്ങനെ ആസിഡ് ടാങ്ക് എന്നൊന്നുമില്ല, കെമിക്കൽ സ്റ്റോർ ചെയ്യാൻ. നിങ്ങൾ മറ്റൊരു ചോദിക്കാം, ഇത്തരത്തിലുള്ള കെമിക്കലുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്കുകൾ നിർമ്മിക്കുന്നത് ഏത് ഷീറ്റ് കൊണ്ടാണെന്ന് ചോദിച്ചാലും ഉത്തരം തന്നെയാണ് ലെഡ് ഷീറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഈ കൊറോസീവ് ആസിഡ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അത്തരത്തിലുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് എന്നുള്ള രീതിയിൽ കോമൺ ആയിട്ട് അവർ പറഞ്ഞാലും നമുക്ക് ലെഡ് ഷീറ്റ് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. സോ ഉത്തരത്തിൽ ബ്ലാക്ക് അയൺ ഷീറ്റ്, GI ഷീറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഉത്തരം നമ്മളുടെ എന്താണ്? ലെഡ് ഷീറ്റുകളാണ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ചിത്രം ലെഡ് ഷീറ്റിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ലെഡ് ഈസ് എ വെരി സോഫ്റ്റ് ആൻഡ് ഹെവി ഇൻ വെയിറ്റ് അല്ലെ. നമുക്ക് വളരെ സോഫ്റ്റും ഹെവി ആയിട്ടുള്ള മെറ്റലാണ് ലെഡ് നമ്മൾ പൊതുവേ നമ്മൾ കാണാറുണ്ട് അല്ലെ. ലെഡ് നമ്മൾ പൊതുവേ മറ്റ് എന്താണ് ടോപ്പിക്കുകളിലും ലെഡ് നമ്മൾ പൊതുവേ കാണാറുണ്ട്. ലെഡ് ഷീറ്റ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക്. ഇത്തരം ഹൈലി കൊറോസീവ് ആസിഡ് ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി ലെഡ് ഷീറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ലെഡ് ഈസ് കോട്ടഡ് ഓൺ ബ്ലാക്ക് അയൺ ഷീറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യം നമുക്ക് ബ്ലാക്ക് അയൺ ഷീറ്റ് നമുക്കറിയാം. ഇത്തരത്തിൽ മറ്റൊരു ടൈപ്പ് ഷീറ്റാണ് ബ്ലാക്ക് അയൺ ഷീറ്റ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ബ്ലാക്ക് അയൺ ഷീറ്റിന്റെ മുകളിലായിട്ട് നമ്മൾ ലെഡ് കോട്ട് ചെയ്തിട്ടുള്ള ഷീറ്റിനെ വിളിക്കുന്ന പേരാണ്
ടെർണേ ഷീറ്റ് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത്തരത്തിൽ എന്താണ് ലെഡ് കോട്ട് ചെയ്തിട്ടുള്ള, പൂർണ്ണമായിട്ടും ലെഡ് അല്ല, ബ്ലാക്ക് അയൺ ഷീറ്റ്, മുകളിൽ നമ്മൾ ലെഡ് കോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഷീറ്റുകളെ വിളിക്കുന്ന പേരാണ് ടെർണേ ഷീറ്റ് എന്ന് പറയുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ ലെഡ് കോട്ട് ചെയ്താലും നമുക്ക് എന്താണ് അത്യാവശ്യം ആന്റി കൊറോസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് അവിടെ കിട്ടും. ഹൈലി ആന്റി കൊറോസീവ് ആൻഡ് കോമൺലി യൂസ്ഡ് ഇൻ പ്രിസർവേഷൻ ഓഫ് കെമിക്കൽസ്. ഇത്തരത്തിൽ കെമിക്കൽസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിൽ ലെഡ് ഷീറ്റും അതുപോലെ തന്നെ ടെർണേ ഷീറ്റും ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഷീറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ഇതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷീറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റൽ? വളരെ ചീപ്പസ്റ്റ് ആയി ചോദിച്ചൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തന്നെ ഓർത്തിരിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഷീറ്റ് മെറ്റൽ, ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റൽ എന്നറിയപ്പെടുന്നത്? ബ്ലാക്ക് അയൺ ഷീറ്റ്, ജെ ഷീറ്റ്, ഏതായിരിക്കും ഇതിന് വരാ? സംശയം വേണ്ട, ബ്ലാക്ക് ആൻഡ് ഷീറ്റ് തന്നെയാണ്. അപ്പൊ അത് തന്നെ നമുക്ക് തൊട്ട് മുന്നേ കണ്ടിരുന്നു അല്ലേ? ഇത്തരത്തിൽ വളരെ ചീപ്പായിട്ടുള്ള ഷീറ്റിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മറ്റ് വേണ്ടുന്ന കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലെഡ് കോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് ലെഡ് ഷീറ്റിന്റെ ഒരു കോസ്റ്റ് നമുക്ക് ഇവിടെ വരത്തില്ല. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ ലെഡ് അയൺ ഷീറ്റ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, വളരെ കോസ്റ്റ് കുറവായിട്ടുള്ള, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഷീറ്റാണ് ബ്ലാക്ക് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് അയൺ ഷീറ്റിന്റെ മുകളിലേക്ക് നമുക്ക് ലെഡ് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ടെർണേ ഷീറ്റ് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ കെമിക്കൽ സ്റ്റോർ ചെയ്യാൻ, പ്രിസർവ് ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് ടാങ്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഏറ്റവും ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റൽ ഏതാണ്? ബ്ലാക്ക് അയൺ ഷീറ്റ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ചീപ്പസ്റ്റ് ഷീറ്റ് മെറ്റൽ ഇത് ബ്ലാക്ക് അയൺ ഷീറ്റ്. ഇതിൽ കാണുന്ന ഒരു ബ്ലാക്ക് അയൺ ഷീറ്റ് ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് റോൾഡ് ടു ദ ഡിസൈഡ് തിക്നെസ്, അതായത് റോൾ ചെയ്തിട്ട് നമുക്ക് റോളിംഗ് പ്രോസസ്സിലൂടെയാണ് നമുക്ക് അതെല്ലാം നമുക്കറിയാം അത്തരത്തിലുള്ള ഷീറ്റുകൾ നിർമ്മിക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള ഡിഫോർമേഷൻ പ്രോസസ് ലൈക്ക് എന്താണ് തിക്നെസ് നമ്മൾ എന്താണെന്നുണ്ടാവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചു കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള റോളിംഗ് പ്രോസസ്സുകളിലൂടെയാണ്. നമ്മൾ രണ്ട് റോളറിന്റെ ഇടയിലൂടെ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ഷീറ്റ് മെറ്റൽ ബില്ലറ്റുകൾ ഉണ്ടാവും. അത് കടത്തിവിട്ടതിന് ശേഷമാണ് നമ്മൾ ഓരോരോ ഷേപ്പിലേക്ക് നമ്മൾ തിക്നെസ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവുക. ഓക്കെ, ദ ഷീറ്റ് ആർ റോൾഡ് ഇൻ ടു കണ്ടീഷൻ, രണ്ട് രീതിയിൽ നമ്മൾ ഇത്തരത്തിൽ റോളിംഗ് ചെയ്യാറുണ്ട്. ഹോട്ട് റോളിംഗും ഉണ്ട്, കോൾഡ് റോളിംഗും ഉണ്ട്. അപ്പോൾ കോൾഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കോൾഡ് സ്റ്റേറ്റ്, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോൾഡ് റോളിംഗ് എന്ന് പറയുന്നുണ്ടാവും. അതിനെ ചൂടാക്കിയതിനു ശേഷം ഹോട്ട് സ്റ്റേറ്റിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹോട്ട് റോളിംഗ് കൂടി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹോട്ട് റോൾഡ് ഷീറ്റ് ഹാവ് എ ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ്. അപ്പോൾ ഹോട്ട് റോൾഡ് ഇത്തരത്തിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ് ആണ് ഇത്തരത്തിൽ ഹോട്ട് റോൾഡ് ആയിട്ടുള്ള ഷീറ്റുകൾക്ക് ഉണ്ടാവുക. ഓഫൻ റെഫേർഡ് ടു ആസ് അൺകോട്ടഡ് ഷീറ്റ്. ഇത്തരത്തിൽ അൺകോട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഈ പറഞ്ഞ രീതിയിൽ കോസീവ് ആക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണ് ബ്ലാക്ക് ആൻഡ് ഷീറ്റ്. വളരെ ചീപ്പായിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള കോട്ടിംഗ് കൊടുത്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കും. മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ചോദ്യം ഇതാണ്. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് 7.85 gram per centimeter cube ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ 7.85 gram per centimeter cube ആണെന്നത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. സോ അത് ഓർത്തിരുന്നാൽ മതി. 7.85 gram per centimeter cube ആണ് നമ്മുടെ ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റീലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ഹാൻഡ് ലിവർ ഷിയർ ഈസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ അല്ലെ. ഇത്തരത്തിലെ ഹാൻഡ് ലിവർ ഷിയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ മാനുവലായിട്ട് ഹാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു എ തിക്നെസ് ഓഫ് ഡാഷ്. അപ്പോൾ ഇത്തരത്തിൽ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് എന്താണ് കൊടുക്കുന്ന ലോഡ് വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ നമ്മൾ ഇത്തരത്തിൽ ഹാൻഡ് ലിവർ ഷിയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഷീറ്റ് മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര വരെ തിക്നെസ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ ആയിട്ടുള്ള ഹാൻഡ് ലിവർ ഷിയറിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മളുടെ പറഞ്ഞോളൂ. 10 SWG അല്ലെ. അപ്പോൾ 10 SWG ആണ്. അപ്പോൾ ഓർത്തിരിക്കാം ദാറ്റ് ഈസ് 10 SWG തന്നെയാണ്. അപ്പോൾ 10 SWG വരെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ അല്ലെങ്കിൽ ഹാൻഡ് ലിവർ ഷിയറിന്റെ സഹായത്തോടുകൂടി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം. ഈ 3 mm 10 mm കിടപ്പോ 3 SWG ആണോ അതോ ഈ പറഞ്ഞ രീതിയിൽ 10 SWG ആണോ, അതെ 10 mm ആണോ, അല്ലെങ്കിൽ 3 mm ആണോ എന്നൊക്കെ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഏകദേശം ഒരു മനസ്സിലേക്ക് ധാരണ കൊണ്ടുവന്നാൽ മതി. 10 SWG എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 mm തിക്നെസ് ആണെന്നുള്ളത് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. 10 SWG എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 3 mm ആണ് നമ്മുടെ ഒരു ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് വരുന്നുണ്ടാവുക എന്നുള്ളത്. ഏകദേശമാണ്. അപ്പൊ 3 കറക്റ്റ് 3 ഒന്നും അല്ല, ചെറിയ വ്യത്യാസം ഉണ്ടാവും. 3 point something ഒക്കെ ഉണ്ടാകും. അപ്പൊ എനിവേ ആ ഒരു റേഞ്ച് ഓർത്തിരുന്നാൽ മതിയാകും. സോ ഹാൻഡ് ലിവർ ഷിയർ ഈസ് എ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു എ തിക്നെസ് ഓഫ് 3 mm. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ചിത്രം. ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ലിവർ ഷിയർ ആണ്.
ഒന്നുമില്ല, നമ്മുടെ ആ ഒരു ഷീറ്റ് മെറ്റൽ ഇതാണ് നമ്മുടെ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രിപ്പ് കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ ലിവർ എന്താണ് നമ്മൾ താഴേക്ക് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അത്തരത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. സോ വെൻ ദ മെഷീൻ ഈസ് മൗണ്ടഡ് ഓൺ ദ ബെഞ്ച്, ഇത് ഈ പറഞ്ഞ മെഷീൻ ഒരു ബെഞ്ചിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാൻഡ് ലിവർ ബെഞ്ച് ഷിയർ എന്ന് കൂടി പറയാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹാൻഡ് ലിവർ ഷിയർ കൊണ്ട് നമുക്ക് എത്രത്തോളം തിക്നെസ് ഉള്ള അല്ലെങ്കിൽ എത്ര വരെയുള്ള തിക്നെസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് 3 mm അല്ലെങ്കിൽ 10 SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നുള്ളത് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വൈൽ ഷിയറിംഗ് ദ ബ്ലേഡ് ക്ലിയറൻസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. ഇത്തരത്തിൽ ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ഓപ്പറേഷൻ ആണ്. ഷിയറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബ്ലേഡിന്റെ ക്ലിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആൻഡ് ഷുഡ് നോട്ട് എക്സീഡ് ഡാഷ്. അപ്പോൾ ക്ലിയറൻസ് കൂടിയാലും പ്രശ്നമാണ്, ക്ലിയറൻസ് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ്. അപ്പം ആ ഒരു ബ്ലേഡിന്റെ ക്ലിയറൻസ് എക്സീഡ് ചെയ്യരുത്. ഷുഡ് നോട്ട് എക്സീഡ് ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 15% ഓഫ് തിക്നെസ്. നമ്മുടെ ആ ഒരു ഷീറ്റ് മെറ്റൽ തിക്നെസിന്റെ 15%, 10% ഓഫ് തിക്നെസിന്റെ 10%, 3% ഓഫ് തിക്നെസിന്റെ 3%, 7% ഓഫ് തിക്നെസിന്റെ 7% എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് 4 ഓപ്ഷനുകളിൽ. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി. വൈൽ ഷിയറിംഗ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡിന്റെ ക്ലിയറൻസ് നമ്മൾ അത്യാവശ്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്താണ് ഷുഡ് നോട്ട് എക്സീഡ്, ഉത്തരം എന്തായിരിക്കും വരിക എന്നാലോചിച്ച് നോക്കി. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. നല്ല രീതിയിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് കറക്റ്റ് ആണ്. 10% ആണ് അല്ലെ. 10% സോറി 10% ഓഫ് തിക്നെസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ അവിടെ ആ ഒരു ക്ലിയറൻസ്, അതിന് മുകളിലേക്ക് പോകാറില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. സോ എക്സസീവ് ക്ലിയറൻസ്, അപ്പൊ ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത്തരത്തിൽ ബർക്ക് ടു ഫോം ദ അണ്ടർ സൈഡ് ഓഫ് ദ ഷീറ്റ്. ഇത്തരത്തിൽ ഇപ്പം ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള ബർ അതിന്റെ ഒരു അണ്ടർ സൈഡിലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു എന്താണ് ഡിഫക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വരുന്നതാൽ മതി. ഡാമേജ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം, ഡിഫക്റ്റ് ആണ്. അപ്പൊ ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. വിത്ത് നോ ക്ലിയറൻസ്, ഇത്തരത്തിൽ ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം വരിക, അവിടെ ഓവർ സ്ട്രെയിൻ ഉണ്ടാവും അല്ലെ. ഓവർ ആയിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാകാനായിട്ട് വരും. സോ ദ ഓവർ സ്ട്രെയിനിങ് കോസ് ദ എഡ്ജ് ഓഫ് ദ ഷീറ്റ് ബിക്കംസ് ഫ്ലാറ്റൻഡ് ഓൺ ദ അണ്ടർ സൈഡ്. ഇത്തരത്തിൽ എന്താണ് ഫ്ലാറ്റൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പം എക്സാക്ട് ആയിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ക്ലിയറൻസ് നമ്മൾ എന്താണ് ഐഡന്റിഫൈ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടാവുക, അത് വർക്ക് ചെയ്യേണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പം രീതിയിൽ ഒന്ന് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ. ഓക്കെ, ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ദ ബോഡി, ഓപ്ഷൻ ബി ലെങ്ത് ഓഫ് ദ ടങ്, ഓപ്ഷൻ സി വിഡ്ത് ഓഫ് ദ ടങ്, ഓപ്ഷൻ ഡി പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ടിൻമാൻസ് എൽ സ്ക്വയർ അല്ലെങ്കിൽ ടിൻമാൻസ് സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ടിൻമാൻസ് സ്ക്വയർ അല്ലെങ്കിൽ എൽ സ്ക്വയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പൊ ടിൻമാൻസ് എൽ സ്ക്വയർ ഈസ് ആൻ എൽ ഷേപ്ഡ് ഹാർഡൻഡ് സ്റ്റീൽ. ഇത്തരത്തിൽ ഹാർഡൻഡ് സ്റ്റീൽ ആണ് കേട്ടോ. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, അതായത് നമ്മുടെ എന്താണ് ഹാർഡൻഡ് സ്റ്റീൽ നമ്മൾ സാധാരണ ഇത്തരത്തില് ട്രൈസ്കോറും ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് നമ്മൾ നിർമ്മിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ടിൻമാൻസ് എൽ സ്ക്വയർ എന്താണ്, അതിനകത്ത് നമുക്ക് ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. 90 ഡിഗ്രി കൃത്യമായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഇതിനൊരു ബോഡി അല്ലെങ്കിൽ ബ്ലേഡ് ഉണ്ടാവും. സോ നീളം കൂടുതലുള്ളതിനെ വിളിക്കുന്ന പേരാണ് ബോഡി അല്ലെങ്കിൽ ബ്ലേഡ്. ദെൻ നീളം കുറവുള്ളതുണ്ടാവും, ആ ഒരു പോർഷൻ വിളിക്കുന്ന പേരാണ് ടങ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ രണ്ട് ബോഡി ആയിക്കോട്ടെ ടങ് ആയിക്കോട്ടെ രണ്ടിന്റെയും ലെങ്ത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത്. സോ വിത്ത് graduation marks on the edges of tongue and the body or blade. It is used for marking the perpendicular direction to any baseline and to check the perpendicularity. ഇത്തരത്തിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് എന്താണ് ഒരു ടൂളാണ് ഇത്തരത്തിലുള്ള ടിൻമാൻസ് എൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്. Which punch mark is intended for the correct location and seating of wing compass leg? ഇത്തരത്തില് ടൈപ്സ് ഓഫ് കമ്പസിനകത്ത് നമുക്ക് ഇത്തരത്തിൽ വിങ് കോമ്പസ് ഉണ്ടാവും. സോ വിങ് കോമ്പസിന്റെ ഒക്കെ ലെഗ് കൃത്യമായിട്ട് നമുക്ക് സീറ്റ് ചെയ്യാനും കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും നമ്മൾ ഒരു പഞ്ച് മാർക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ പഞ്ച് മാർക്ക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് പഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ വിങ് കോമ്പസിന്റെ ലെഗ് അവർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വിങ് കോമ്പസിന്റെ ലെഗ് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനും സീറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു പഞ്ച് മാർക്ക് ഉണ്ട്. ആ പഞ്ച് മാർക്ക് ഏത് പഞ്ച് കൊണ്ടാണ് നിർമ്മിക്കേണ്ടത്? ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് 30 ഡിഗ്രി പിക് പഞ്ച്, ഓപ്ഷൻ ബി 60 ഡിഗ്രി ഡോട്ട് പഞ്ച്, ഓപ്ഷൻ സി 90 ഡിഗ്രി സെന്റർ പഞ്ച്. നൺ ഓഫ് ദി അബോവ്. ഇതാണ് ഒരു 4 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതായിരിക്കും വരാൻ സാധ്യത? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി തന്നെയാണ്. ദാറ്റ് ഈസ് 60 ഡിഗ്രി ഡോട്ട് പഞ്ച് ആണ് നമ്മളുടെ ആ ഒരു ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. എന്നാൽ ഡിവൈഡർ ലെഗുകൾ സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായിരിക്കും ഉത്തരം? ഓപ്ഷൻ എ 30 ഡിഗ്രി. ഓപ്ഷൻ എ 30 ഡിഗ്രി. അപ്പൊ ഈ 2 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ ഡിവൈഡറും കോമ്പസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് പരീക്ഷ ഹാളിലൊക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും ചിലപ്പോൾ പരീക്ഷ ഹാളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒന്ന് സമയമെടുത്ത് ചിന്തിച്ച് നമ്മൾ എല്ലാ ഉത്തരവും നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, ഇത്തരത്തിൽ പഞ്ചസിനകത്ത് പ്രധാനമായിട്ടും 3 പഞ്ചാണ് നമ്മൾ കണ്ടത്: പ്രിക് പഞ്ച്, ഡോട്ട് പഞ്ച്, സെൻട്രൽ പഞ്ച്. അപ്പൊ പ്രിക് പഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 30 ഡിഗ്രി ഓർ 60 ഡിഗ്രി വരുന്നുണ്ടാവുക. അതിൽ തന്നെ 60 ഡിഗ്രി പ്രിക് പഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡോട്ട് പഞ്ച് എന്ന് പറയുന്നുണ്ടാവുക. സോ പൊസിഷനിങ് ഓഫ് ഡിവൈഡർ ലെഗ് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. പൊസിഷൻ ഓഫ് ഡിവൈഡർ ലെഗ് സാധാരണഗതിയിൽ പ്രിക് പഞ്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിറ്റ്നസ് മാർക്കുകളൊക്കെ, നമ്മുടെ ആ വിറ്റ്നസ് മാർക്ക് ഉണ്ടാവുമല്ലോ, നമ്മളൊരു വർക്ക് പീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതാണ് ഇത്തരത്തിലുള്ള വിറ്റ്നസ് മാർക്ക് നമ്മൾ ഇടാറുണ്ട് അല്ലേ? അപ്പൊ ആ വിറ്റ്നസ് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഡോട്ട് പഞ്ച് യൂസ് ചെയ്യുന്നു. 60 ഡിഗ്രി പ്രിക് പഞ്ച് തന്നെയാണ് ഈ ഡോട്ട് പഞ്ച് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വിറ്റ്നസ് മാർക്കുകൾ തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് 4 mm ആണ് സാധാരണ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ 2 വിറ്റ്നസ് മാർക്കുകൾക്കിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് മിനിമം നമ്മൾ 4 mm നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. മറ്റൊരു പഞ്ച് ഉള്ളത് സെൻട്രൽ പഞ്ച് ആണ്. അതിന്റെ ഇൻക്ലൂഡ് ആംഗിൾ 90 ഡിഗ്രി ആണ്. സാധാരണഗതിയിൽ ഡ്രില്ലിങ്ങിന് മുമ്പായിട്ടുള്ള ആ ഒരു എന്താണ് സെന്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് പഞ്ചാണ് ഈ പറഞ്ഞ സെന്റർ പഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ടിൻമാൻസ് ഷിയർ ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു. അപ്പോൾ മറ്റൊരു ഷിയറിലേക്ക് നമ്മൾ എത്തി. ടിൻമാൻസ് ഷിയർ ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു ഡാഷ് 20 SWG, 10 SWG. ഓപ്ഷൻ എ 20 SWG. ഓപ്ഷൻ ഡി 18 SWG. അപ്പൊ 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഉത്തരം ഏതാന്ന് നോക്കാം. അപ്പം 25 SWG ഉണ്ട്, 18 SWG ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ടിൻമാൻസ് ഷിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് മെറ്റല് കുറച്ചുകൂടെ നമുക്ക് ഒന്ന് ഓർത്തിരിക്കാം. 18 SWG ആണ് കേട്ടോ. 18 SWG ആണെന്നുള്ള ഓർത്തിരിക്കുക. സോ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതേപോലെ തന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്ട്രെയിറ്റ് കട്ട് ആൻഡ് ലാർജ് എക്സ്റ്റേണൽ കർവ് അപ് ടു തിക്നെസ് ഓഫ് 18 SWG. അപ്പൊ ഇവര് എടുത്ത് പറയുന്നുണ്ട് ടിൻമാൻസ് ഷിയർ 18 ആണ് കേട്ടോ. ടിൻമാൻസ് ഷിയർ എത്രയാണ്? 18 SWG വരെയൊക്കെ തിക്നെസ് ഉള്ള ഷീറ്റ് മെറ്റൽ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കട്ടിംഗ് ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയുന്നത് എത്രയാണ്? 87 ഡിഗ്രിയാണ്. കട്ടിംഗ് ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയുന്നത് 87 ഡിഗ്രിയാണ്. ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് ദ അത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ ആ ഒരു സ്നിപ്പ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, ടിൻമാൻസ് ഷിയർ ശ്രദ്ധിക്കുക. ടിൻമാൻസ് ഷിയർ നമുക്ക് 18 SWG വരെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, 20 പറ്റില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സ്ട്രെയിറ്റ് സ്നിപ്പ് അല്ലെ, പലതരത്തിലുള്ള സ്നിപ്പുകളുണ്ട്, ബെൻഡ് സ്നിപ്പ്, സ്ട്രെയിറ്റ് സ്നിപ്പ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് സ്നിപ്സ് ദ കട്ടിംഗ് ആംഗിൾ 87 റൈറ്റ് ആൻസർ ആണ്, സംശയമൊന്നും വേണ്ട, ഓർത്തിരിക്കാം. അപ്പൊ 87 ഡിഗ്രിയാണ് സ്ട്രെയിറ്റ് സ്നിപ്പുകളുടെ കട്ടിംഗ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ വന്ന ആ ഒരു ചോദ്യത്തിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നത് ഒരു പക്ഷേ സ്ട്രെയിറ്റ് സ്നിപ്പുകളുടെ ആണ് 20 SWG വരിക കേട്ടോ. എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും ആ ഒരു വാല്യൂ ഇവിടെ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ 20 SWG ആണ് നമ്മുടെ സ്ട്രെയിറ്റ് സ്നിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ടിൻമാൻസ് എന്ന് പറയുമ്പോൾ അത് 18 ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ സ്നിപ്പ് ഈസ് ഓൾസോ കാൾഡ് ഹാൻഡ് ഷിയർ അല്ലെ. ഇത്തരത്തിൽ ഹാൻഡ് ഷിയർ എന്നും നമ്മൾ ഈ പറയുന്ന സ്നിപ്സിനെ പറയാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ലൈക്ക് എ പെയർ ഓഫ് സിസേഴ്സ് ടു കട്ട് തിൻ സോഫ്റ്റ് മെറ്റൽ ഷീറ്റ്. സ്നിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഷീറ്റ് മെറ്റൽ അപ് ടു 20 SWG. ഇത്തരത്തില് സ്ട്രെയിറ്റ് സ്നിപ്പുകൾ നമ്മൾ എന്താണ് ഏകദേശം അപ് ടു 20 SWG വരെയൊക്കെ നമുക്ക് എന്താണ് കട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്നിപ്പ് കൊടുത്തിരിക്കുന്നത് അല്ലെ, സ്ട്രെയിറ്റ് സ്നിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ആ ഒരു ഓവറാൾ ലെങ്ത് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് ഓവറാൾ ലെങ്ത് എന്ന് വരുന്നുണ്ടാവുക കേട്ടോ. ഓവറാൾ ലെങ്ത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു എൻഡ് മുതൽ ബാക്കിലത്തെ എൻഡ് വരെ, ഹാൻഡിലിന്റെ എൻഡ് വരെയാണ് ആ ഡിസ്റ്റൻസ് ഓവറാൾ ലെങ്ത് പറയുന്നുണ്ടാവുക. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻസ് diameter in mm does not represent the size of mallet. ഇപ്പൊ മാലറ്റിന്റെ സൈസ് നമുക്കറിയാം, സാധാരണഗതിയിൽ അതിന്റെ ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ഡയമീറ്ററും ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക. മാലറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ഹെഡിന്റെ ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിന്റെ ഡയമീറ്ററും ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഡസ് നോട്ട് റെപ്രസെന്റ് ദ സൈസ് ഓഫ് മാലറ്റ്. മാലറ്റിന്റെ സൈസ് അല്ലാത്തതുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് 3 സൈസ് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ ഒരു 4ാമത്തെ സൈസ് ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് അല്ലാത്തത്, തെറ്റായിട്ടുള്ള 4ാമത്തെ സൈസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നത് 50 mm ഡയമീറ്റർ, ഓപ്ഷൻ ബി 75 mm ഡയമീറ്റർ, ഓപ്ഷൻ സി 100 mm ഡയമീറ്റർ, ഓപ്ഷൻ ഡി 150 mm ഡയമീറ്റർ. അപ്പൊ മാലറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി
ഓപ്ഷൻ ഡി 150. ഓക്കെ, റൈറ്റ് ആൻസർ തന്നെയാണ് ഓപ്ഷൻ ബി 150 mm തന്നെയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, മാലറ്റുമായി ബന്ധപ്പെട്ട്, മാലറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, വുഡൻ ആയിട്ടുള്ള ഒരു ഹാമർ പോലെ ഇരിക്കുന്ന സാധനമാണ് മാലറ്റ് അല്ലെ, സ്ട്രൈക്കിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മാലറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാലറ്റുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് ഹാർഡ് വുഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സോ ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് വുഡ് അല്ലെ, ഹാർഡ് വുഡ് ആണ്. സോ എന്താണ് ഇത്തരത്തിലുള്ള ചെറിയ ഷേപ്പിംഗ് സ്ട്രൈക്കിംഗ് പർപ്പസുകൾക്ക് നമ്മൾ ഷീറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ബെൻഡിങ്, ഫോമിങ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഓപ്പറേഷനുകൾക്ക് നമ്മൾ സാധാരണ മാലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു മാലറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ഡയമീറ്റർ ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫേസ് ആണ് നമ്മൾ ഈ ഫേസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു മാലറ്റ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് ആ ഒരു ഫേസിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ആ ഒരു അതുപോലെ തന്നെ ഡയമീറ്ററും എന്താണ് നമുക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. സോ മാലറ്റ്സ് ആർ അവൈലബിൾ ഇൻ 50 mm, 75 mm ആൻഡ് 100 mm എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് സ്നിപ്പ് ഫോർ ട്രിമ്മിങ് cylindrical and conical work in sheet metal. Dash is a type of snip for trimming cylindrical and conical work in sheet metal. Option A പറഞ്ഞിരിക്കുന്നത് liver shear, option B bend snip, option C curve cutting machine, option D snips. അപ്പോൾ സ്ട്രൈറ്റ് സ്നിപ്സ് വേണമെങ്കിൽ എടുക്കാം. സ്നിപ്സ് എന്ന് കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്ട്രൈറ്റ് സ്നിപ്സ് എന്ന് പറയാം. അപ്പോൾ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ബി. യെസ്, അപ്പൊ ഓപ്ഷൻ ബി തന്നെയാണ്. അപ്പൊ ബെൻഡ് സ്നിപ്പാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തില് എന്താണ് കോണിക്കൽ വർക്കുകൾ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വർക്കുകൾക്കൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ബെൻഡ് സ്നിപ്സ് ആർ യൂസ്ഡ് ടു കട്ട് ഇൻസൈഡ് കർവ്ഡ് ലൈൻസ് ആൻഡ് ട്രിമ്മിങ് കർവ്ഡ് എഡ്ജസ്. ദേ ആർ യൂസ്ഡ് ഫോർ ട്രിമ്മിങ് സിലിണ്ടറിക്കൽ ഓർ കോണിക്കൽ വർക്ക് ഇൻ ഷീറ്റ് മെറ്റൽ. അപ്പൊ ഈ ഒരു സെന്റൻസ് ആണ് ചോദ്യമായിട്ട് ഇട്ടത്, ട്രിമ്മിങ് സിലിണ്ടറിക്കൽ ഓർ കോണിക്കൽ വർക്ക് ഇൻ ഷീറ്റ് മെറ്റൽ. അപ്പൊ സാധാരണഗതിയിൽ ബെൻഡ് സ്നിപ്പുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക അതിന്റെ ഓവറാൾ ലെങ്ത്. ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു എന്താണ് ഈ ഓവറാൾ ലെങ്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിൽ ബെൻഡ് സ്നിപ്പുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഓവറാൾ ലെങ്ത്, അതുപോലെ തന്നെ ബെൻഡ് സ്നിപ്പ് ആർ അവൈലബിൾ ഇൻ ആ ലെങ്ത് എത്രയാണ്, ദാറ്റ് ഈസ് 150, 200, 300, 400 mm ആണെന്നുള്ളത് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇതാണ് ബെൻഡ് സ്നിപ്പുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ ഒരു കർവേച്ചർ, ചെറിയൊരു കർവ്ഡ് ആയിട്ടുള്ള ലൈൻസുകളൊക്കെ നമ്മൾ ഇൻസൈഡ് ഒക്കെ കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ കർവ്ഡ് എഡ്ജസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കർവ്ഡ് എഡ്ജസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ആ ബെൻഡ് സ്നിപ്പ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ദാറ്റ് ഈസ് ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ ഈസ് നോൺ ആസ് സ്റ്റേക്ക്, ഹാമർ, ഷിസൽ. അപ്പൊ സ്റ്റേക്ക് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. സ്റ്റേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ആൻവിൽ നമുക്കറിയാം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷീറ്റ് മെറ്റലുകാരുടെ ആൻവിൽ എന്നറിയപ്പെടുന്നത് എന്താണ്, ദാറ്റ് ഈസ് സ്റ്റേക്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. സോ സ്റ്റേക്ക് ആർ ദ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ആൻവിൽ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ്, ഫോമിങ് ഓപ്പറേഷൻസ്. അപ്പൊ അത്തരത്തിലുള്ള ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ സാധാരണ സഹായിക്കുന്ന ഒരു ബേസ് ആണ് നമ്മുടെ ഒരു സ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ആക്ച്വലി വർക്ക് ആസ് സപ്പോർട്ടിംഗ് ടൂൾ ആസ് വെൽ ആസ് ഫോമിംഗ് ടൂൾസ്. സത്യത്തിൽ ഫോമിംഗ് ടൂളും സപ്പോർട്ടിംഗ് ടൂളും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സ്റ്റേക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സ്റ്റേക്സ് ആർ മെയ്ഡ് ഓഫ് forged mild steel faced with that is with cast steel. ഇത്തരത്തിൽ എന്താണ് കാസ്റ്റ്, അതായത് എന്താണ് കാസ്റ്റ് സ്റ്റീലിന്റെ എന്താണ് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള എന്താണ് ഇത്തരത്തിൽ ഫോർജ്ഡ് മൈൽഡ് സ്റ്റീൽ ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫോർജ്ഡ് സ്റ്റീൽ ഓർ കാസ്റ്റ് സ്റ്റീൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിൽ ബെറ്റർ ക്ലാസസ് നമ്മൾ ഇത്തരത്തിലുള്ള ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടൊക്കെ സാധാരണ സ്റ്റേക്ക് നിർമ്മിക്കാറുണ്ട് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമുക്ക് സ്റ്റേക്ക്, പലതരത്തിലുള്ള സ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഐഡിയ നമുക്ക് വേണം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, the type of hammer having its both end are sharpened and crossed to the handle and it is used to finish the wired edges. So hammer ന്റെ ഒരു ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത ഓപ്ഷൻ ബി. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്താണ്, ക്രീസിംഗ് ഹാമർ തന്നെയാണ്. ഓക്കെ, ക്രീസിംഗ് ഹാമർ തന്നെ ഉത്തരം വരിക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ സ്ട്രെച്ചിങ് ഹാമർ ഉണ്ട്, ഹോളോ ഹാമർ, ബുള്ളറ്റ് ഹാമർ അങ്ങനെ നിരവധി ഹാമേഴ്സ് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സിമിലർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിരിക്കണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, both end are sharpened and cross to the handle. ഇത്തരത്തിൽ ആ ഒരു രണ്ടെണ്ടും ഷാർപ്പൻ ചെയ്തിട്ടുണ്ടാവും. ഹാൻഡിലിന് ക്രോസ് ആയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹെഡ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ വയേർഡ് എഡ്ജസ് ഒക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എടുത്ത് പറയുക അവര്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി തന്നെയാണ്, ക്രീസിംഗ് ഹാമർ തന്നെയാണ്
ഇത്തരത്തിലുള്ള ഹാമറാണ് ക്രീസിങ് ഹാമർ എന്ന് പറയുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ തരത്തിൽ എന്താണ് നമ്മൾ ആ ഒരു വയേർഡ് എഡ്ജ്, ഇത്തരത്തിൽ നമുക്ക് എഡ്ജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ, ഇത്തരത്തിൽ റിജിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിഫ് ആക്കാൻ വേണ്ടി വയേർഡ് എഡ്ജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ വയേർഡ് എഡ്ജ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഇത്തരത്തിലുള്ള ക്രീസിങ് ഹാമർ എന്ന് പറയുന്നത്. ബോത്ത് എൻഡ് ആർ ഷാർപ്പൻഡ് ആൻഡ് ക്രോസ് ടു ദ ഹാൻഡിൽ. രണ്ടും എന്താണ് ഷാർപ്പൺ ചെയ്തിട്ടുണ്ടാവും. ഷാർപ്പൺ ചെയ്യാണ്ട് റൗണ്ട് ഷേപ്പിലുള്ളതാണെങ്കിൽ ഏതായിരിക്കും? Stretching hammer. സ്ട്രെച്ചിങ്, അത് സ്ട്രെച്ചിങ് ഹാമർ ആയിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് നിരവധി എന്താണ് ഓപ്ഷൻസ് നിങ്ങൾ ഒരുപക്ഷെ വരാം. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഒരേപോലെ വരും, പക്ഷെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിൽ ഷാർപ്പൺ ചെയ്യുന്നത് മാറ്റിയിട്ട് ജസ്റ്റ് റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ഹാമർ ആയിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഓർത്തിരുന്നാൽ മതി, ഇത്തരത്തിൽ ഷാർപ്പൺ ആൻഡ് ക്രോസ് ടു ദ ഹാൻഡിൽ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദ വയേർഡ് എഡ്ജസ്, ഫോൾസ് വയറിംഗ് എഡ്ജ് ആൻഡ് മേക്ക് കോർണേഴ്സ് ഓഫ് ദ ഷീറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രീസിംഗ് സ്റ്റേക്ക്. ഇത്തരത്തിൽ ക്രീസിംഗ് സ്റ്റേക്ക് അല്ലെങ്കിൽ ക്രീസിംഗ് ഹാമേഴ്സിന്റെ സഹായത്തോടുകൂടിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വയേർഡ് എഡ്ജസ് ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, സോ അത് ആ ഒരു ഹാമറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ഹാമർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് അത് ഫോളോ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഫോർ ഡ്രോയിങ് ബിഗ് സൈസ് സർക്കിൾ ഓൺ മെറ്റൽ ഷീറ്റ് ഡാഷ് ഈസ് യൂസ്ഡ്. വലിയ വലിയ സർക്കിളുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതായിരിക്കും ഒന്നുകൂടെ നോക്കേ? ട്രാമൽ കേട്ടോ. അപ്പൊ ട്രാമൽസ് ആണ് കേട്ടോ, ഓർത്തിരിക്കാം, ട്രാമൽസ് ആണ്. സോ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ട്രാമൽ യൂസ് ചെയ്യാറുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ വലിയ സർക്കിളൊക്കെ വരയ്ക്കാനൊക്കെ നമ്മൾ ട്രാമൽസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ബീം ഓക്കെ, ഇത്തരത്തിലുള്ള നമ്മുടെ ഓപ്ഷൻ നമ്മൾ ഉത്തരം പറഞ്ഞ കറക്റ്റ് അല്ലെ, ഇത്തരത്തിലുള്ള ട്രാമൽ തന്നെയാണ്. അപ്പൊ നോക്കി, ബീം കോമ്പസ് ഓർ ട്രാമൽ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് എ സർക്കിൾ ഓർ ആർക്ക് വിത്ത് ലാർജ് ഡയമീറ്റർ. ഇത്തരത്തിൽ വളരെ വലിയ ഡയമീറ്റർ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വലിയ ഡയമീറ്റർ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ബീം കോമ്പസ് അല്ലെങ്കിൽ ട്രാമൽ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ നമുക്ക് ആ ഒരു ലെഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞ ഹെഡ് സ്ലൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ വുഡൻ ബീം ആയിരിക്കും ഉണ്ടാവുക, വുഡൻ ബീം ഉണ്ടാവും. അതിനകത്ത് നമുക്ക് സ്ലൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് വളരെ വലിയ സർക്കിൾസും ആർക്കും ഒക്കെ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഷീറ്റ് മെറ്റലിനകത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ ആർക്കൊക്കെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബീം കോമ്പസ് അല്ലെങ്കിൽ ട്രാമൽ. അപ്പൊ ആ രണ്ട് പേര് ഓർത്തിരിക്കുക, ട്രാമൽ അല്ലെങ്കിൽ ബീം കോമ്പസ് എന്നുള്ള പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അത് ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ബീം കോമ്പസുമായി ബന്ധപ്പെട്ട്. സോ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, the normal accuracy obtainable when marking out with the dividers and trammels is within dash of the true dimension. അപ്പോൾ ആക്യുറസിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ തൊട്ടുമുന്നേ കണ്ട ട്രാമൽസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ചോദിച്ചൊന്നും വന്നിട്ടില്ല എങ്കിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. നോർമൽ ആക്യുറസി ഒബ്റ്റൈനബിൾ വെൻ മാർക്കിംഗ് ഔട്ട് വിത്ത് the dividers and trammels is within dash of the true dimension. അപ്പൊ എത്രത്തോളം അക്യുറസി ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പറഞ്ഞത് 0.5 mm, ഓപ്ഷൻ ബി 0.15 mm, 0.25 mm, 1 mm ആണ് ലാസ്റ്റ് ഓപ്ഷൻ ഡി പറയുന്നത്. ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? പറഞ്ഞോളൂ. ഓപ്ഷൻ ബി പറഞ്ഞു, 0.15 പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റീൽ റൂളിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm ആണ്. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന ഡിവൈഡേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാമേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ മാർക്കിംഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്മളുടെ ആ ഒരു ആക്യുറസി എന്ന് പറയുന്നത് 0.15 mm ആണ്. ഉത്തരം എന്താ വരിക? 0.15 mm എന്നുള്ളത് ഒത്തിരിക്കുക കേട്ടോ. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അവർ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറന്നു പോകരുത്, 0.15 mm ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിവൈഡേഴ്സ് ട്രാമൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാർക്കിംഗ് ഔട്ട് ഓപ്പറേഷൻ മാർക്കിംഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഡിവൈഡേഴ്സ് സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ട്രാമൽസിന്റെ സഹായത്തോടു കൂടിയോ മാർക്കിംഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ട്രൂ ഡയമെൻഷനിൽ നിന്നുള്ള ആക്യുറസി നമുക്ക് എത്രയാണ്? 0.15 mm ആണ് ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ 0.15 mm വേരിയേഷനെ അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം കേട്ടോ. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ജനറലി എ ഗ്രൂവർ ഡാഷ് വൈഡർ ദാൻ the width of the fold used. ജനറലി നമുക്കറിയാം ഇത്തരത്തിലുള്ള ഗ്രൂവറുകൾ ഉണ്ടല്ലേ, നമുക്കറിയാം എന്തിനാ ഇത്തരത്തിലുള്ള ഗ്രൂവറുകൾ നമുക്ക് സാധാരണ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഇത്തരത്തിൽ ഗ്രൂവർ അതിന്റെ വിഡ്ത്ത് ഉണ്ടാകും. അപ്പൊ ജനറലി എ ഗ്രൂവർ ഡാഷ് വൈഡർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് യൂസ്ഡ്. 1.5 mm, 2 mm, 1 mm, no clearance. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1.5. ഓപ്ഷൻ എ 1.5 ആണ്. അപ്പൊ ഈ പറഞ്ഞ ഇതില് അപ്പൊ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലോ 3 mm. ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം വരിക. ഇവിടെ ജനറൽ പർപ്പസുകൾക്കൊക്കെ 1.5 ആണ്. നമ്മളിവിടെ സൈസ് ഗ്രൂവറിന്റെ സൈസ് പറയുന്ന സമയത്ത് ഗ്രൂവർ എന്ന് പറയുന്ന
ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്തവർ പറയുന്നുണ്ട് അല്ലേ, സാധാരണഗതിയിൽ അവൈലബിൾ ആയിട്ട് സൈസ് 3mm 4mm 5mm ഒക്കെ നിരവധി സൈസുകൾ അവൈലബിൾ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട്. ജനറലി എ ഗ്രൂവർ ഓഫ് 1.5mm വൈഡർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് യൂസ്ഡ് എന്നുള്ള ഓർത്തിരിക്കുക. അതായത് കുറച്ചുകൂടെ ക്ലിയറൻസ് നമ്മൾ എന്താണ് ഒരു 1.5mm കുറച്ചുകൂടെ അധികം നമ്മൾ ആ ഒരു ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ തിക്കർ മെറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂവറിനകത്ത് ഒരു 3mm ലാർജ് ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫോൾഡ് യൂസ്ഡ്. അപ്പം 3mm ആണ് തിക്കർ മെറ്റൽ. അപ്പൊ എടുത്ത് പറയാ തിക്കർ മെറ്റൽ എന്ന് അവർ എടുത്ത് പറയുന്ന സമയത്ത് നമ്മളുടെ ഉത്തരം വരിക എന്താണ് 3mm ആണ്. അപ്പൊ നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, തിക്കർ അതുപോലെ തന്നെ ജനറൽ പർപ്പസ് അല്ലെങ്കിൽ ജനറലി അല്ലെങ്കിൽ കോമൺലി ആണെന്നുണ്ടെങ്കിൽ അത് 1.5mm. തിക്കർ മെറ്റൽ നമ്മൾ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ തിക്കർ മെറ്റീരിയൽ അവർ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ 3mm ആണ് സാധാരണഗതി നമ്മളത് എക്സ്ട്രാ ഒരു ക്ലിയറൻസ് നമ്മളോട് കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയും വൈഡർ ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ is used for making aircraft parts due to its light weight? വളരെ എളുപ്പമുള്ള ചോദ്യം. അലുമിനിയം. സംശയമൊന്നും വേണ്ട, അലൂമിനിയം തന്നെയാണ്. എല്ലാവർക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആണ് അല്ലെ അലൂമിനിയം എന്ന് പറയുന്നത്. എന്നാൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. സോ അലൂമിനിയം നമുക്ക് സാധാരണഗതിയിൽ പ്യൂർ ഫോമിൽ നമുക്ക് സാധാരണ ഇത്തരത്തിൽ കുറവാണ്. അപ്പൊ ഡയറക്റ്റ് അല്ല, നമുക്ക് അതിനകത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അലോയ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം അലോയ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് നിരവധി അലൂമിനിയം അലോയ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് അൽഡുറാൽ, അൽക്ലാഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പഠിച്ചു അല്ലേ. സോ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ അലൂമിനിയം ഷീറ്റ് ആർ വൈറ്റിഷ് ഇൻ കളർ ആൻഡ് ലൈറ്റ് ഇൻ വെയിറ്റ്. സോ ഹൈലി റെസിസ്റ്റൻസ് ടു കൊറോഷൻ ആൻഡ് അബ്രഷൻ, യൂസ്ഡ് ഇൻ മാനുഫാക്ചറിംഗ് ഓഫ് ആർട്ടിക്കിൾസ് സച്ച് ആസ് ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, റെഫ്രിജറേറ്റർ ട്രേസ്, ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, അതുപോലെ തന്നെ വിൻഡോസ് ആൻഡ് ഓൾസോ കൺസ്ട്രക്ഷൻ ഓഫ് എയർപ്ലെയിൻസ് ലൈക്ക് എയർക്രാഫ്റ്റ് ഇൻ മെനി ഇലക്ട്രിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിലുള്ള വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് ഇത്തരത്തിൽ അലൂമിനിയം ഷീറ്റ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, the thickness of sheet metal is represented by series of numbers. It is called a dash. ഗേജ് നമ്പർ ഗേജ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നില്ല, ഗേജ് നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഷീറ്റിന്റെ തിക്നെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറാണ് ഗേജ് നമ്പർ എന്ന് പറയുന്നത്. സോ മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The bench plates are made with mild steel, high carbon steel, cast iron, medium carbon steel. മൈൽഡ് സ്റ്റീൽ. ഓക്കെ, ശ്രദ്ധിക്കുക, ബെഞ്ച് പ്ലേറ്റ്സ് ആർ മെയ്ഡ് വിത്ത് മൈൽഡ് സ്റ്റീൽ ആണോ? മീഡിയം കാർബൺ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പൊ വിട്ടേക്ക്, ശ്രദ്ധിക്കുക, ബെഞ്ച് പ്ലേറ്റ്സ് ആർ മെയ്ഡ് വിത്ത് കാസ്റ്റ് അയൺ. ബെഞ്ച് പ്ലേറ്റ് ആർ മെയ്ഡ് വിത്ത് കാസ്റ്റ് അയൺ. സോ ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബെഞ്ച് പ്ലേറ്റിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റേക്ക് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബെഞ്ച് പ്ലേറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്താണ് ഇതിന് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേക്സ് ആർ ഹെൽഡ് ഇൻ പൊസിഷൻ. നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഷീറ്റ് മെറ്റേഴ്സ് ആൻവിൽ എന്ന് പറയുന്ന സ്റ്റേക്സ്, അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് പൊസിഷൻ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ചങ്ങാതിയാണ് നമ്മുടെ ബെഞ്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ സ്റ്റേക്സ് ആർ ഹെൽഡ് ഇൻ പൊസിഷൻ വൈൽ യൂസിംഗ് ദം ബൈ മീൻസ് ഓഫ് പ്ലേറ്റ് വിച്ച് ഈസ് ഫാസ്റ്റൻ ടു ദ വർക്ക് ബെഞ്ച് വിത്ത് ബോൾട്ട് ആൻഡ് നട്ട്. ഈ സാധനം നമ്മുടെ ബെഞ്ച് പ്ലേറ്റ് എന്താണ് ഇത്തരത്തിൽ നട്ട് ബോൾട്ട് ഒക്കെ വെച്ച് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫാസൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദീസ് പ്ലേറ്റ്സ് ആർ കോൾഡ് ബെഞ്ച് പ്ലേറ്റ്സ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത്തരത്തിൽ ബെഞ്ച് പ്ലേറ്റ്സ് എന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഈ പറയുന്ന ബെഞ്ച് പ്ലേറ്റ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ശ്രദ്ധിക്കുക, നമ്മുടെ ചോദ്യം വന്നത് ഈ ഒരു ലൈനിൽ നിന്നാണ്. ദ ബെഞ്ച് പ്ലേറ്റ്സ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് ആർ റെക്ടാംഗുലർ ഇൻ ഷേപ്പ്. ഓക്കെ, ഇത്തരത്തിൽ റെക്ടാംഗുലർ ഷേപ്പിൽ കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നുണ്ടാവുക. അത് നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തും. അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സ്റ്റേക്കിന്റെ ആ ഒരു ഷാങ്ക് വന്ന് നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഷേപ്പുകളിൽ നമുക്ക് എന്താണ് അതിനകത്ത് കുറെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ദ ടേപ്പേർഡ് ഹോൾസ് ആർ കൺവീനിയന്റ്ലി അറേഞ്ച്ഡ് സോ ദാറ്റ് ദ ഷാങ്ക് ഓഫ് സ്റ്റേക്ക് മേ ബി ഫിക്സ്ഡ്. ഇത്തരത്തിൽ ടേപ്പേർഡ് ആയിട്ടുള്ള ഹോളുകൾ ഉണ്ടാകും. അപ്പൊ ടേപ്പേർഡ് ആയിട്ടുള്ള ഹോളുകളുടെ സഹായത്തോടെ കൃത്യമായിട്ട് നമുക്ക് സ്റ്റേക്കിന്റെ ഷാങ്കിനെ ഹോൾഡ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും കൺവീനിയന്റ് പൊസിഷനിലേക്ക് വെക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബെഞ്ച് പ്ലേറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ചോദ്യം വരുന്നത് എങ്ങനെയായിരുന്നു, ബെഞ്ച് പ്ലേറ്റ് എന്ത് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? അപ്പൊ കാസ്റ്റ് അയൺ ആണ് എന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ. കാസ്റ്റ് അയൺ ആണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നുണ്ടാവുക. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. ഓർത്തിരിക്കുക കാസ്റ്റ് അയൺ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദ ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ജോയിന്റ്. ഓക്കെ സർ, ദ ടൈപ്പ് ഓഫ് സ്റ്റേക്ക് ജോയിന്റ് which alternate clips are folded in opposite direction. The type of stake joint which alternate clips are folded in the opposite direction. Option A കൊടുത്തിരിക്കുന്നത് zigzag, option B straight, option C parallel, option D inclined stake joint.
സിക്സ് ആഗ് സിക്സ് ആഗ് സംശയം വേണ്ട, സിക്സ് ആഗ് തന്നെയാണ് അല്ലെ. ഇത്തരത്തിൽ ഓൾട്ടർനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്നുണ്ടാവും, അത് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഇത് തന്നെ സംഗതി അല്ലെ, ഇത്തരത്തിലുള്ള സിക്സ് ആഗ് സ്റ്റേക്ക് ജോയിന്റ് ആണ്. അപ്പൊ എന്താണ് ഇത്തരത്തിൽ ഒന്നിങ്ങോട്ട് മടക്കി വെക്കുന്നുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിനുള്ളിലൂടെ കയറ്റി വിട്ടിട്ട് ഇങ്ങോട്ടുമായിട്ട് നമ്മൾ മടക്കി എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സോ ഇൻ ദിസ് ജോയിന്റ് ദ ക്ലിപ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ദ സ്ലോട്ട്. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ക്ലിപ്പ് നമ്മൾ ഓരോ സ്ലോട്ടിന്റെ ഉള്ളിലൂടെ പുറത്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് മടക്കുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സിഗ്സാഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ ഫോൾഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്സാഗ് സ്റ്റേക്ക് ജോയിന്റ് എന്ന് പറയുന്നത്. സോ ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്: എ സ്റ്റാമ്പിംഗ് പ്രോസസ് that produces a shallow relief design on sheet metal. Shallow relief design on the sheet metal. ഒരു സ്റ്റാമ്പിംഗ് പ്രോസസ് ആണ് ഷീറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടിന്നിങ്, എംബോസിംഗ്, ഫോമിംഗ്, നോച്ചിങ്. ഏതായിരിക്കും? സംശയമൊന്നും വേണ്ട, എംബോസിംഗ് ആണ്. അപ്പൊ എംബോസിംഗുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഷീറ്റിനകത്തൊക്കെ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ചെറിയ ഷാലോ റിലീഫോട് കൂടിയിട്ടുള്ള ഡിസൈനൊക്കെ നമ്മൾ എംബോസ് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അതിനെയാണ് സ്റ്റാമ്പ് ചെയ്തെടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, അത്തരത്തിലുള്ള എംബോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യം: ദ ടൈപ്പ് ഓഫ് സ്റ്റേക്കിന്റെ ഒരു ടൈപ്പാണ് ഹാവിങ് എ സ്ക്വയർ ഹോൾ ഫോർ ദ റിസെപ്ഷൻ ഓഫ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഹെഡ്. അതായത് എന്താണ്, ആ സ്റ്റേക്കിന്റെ പ്രത്യേകത അതിനകത്ത് സ്ക്വയർ ഹോൾ ഉണ്ട്. ആ സ്ക്വയർ ഹോളിനകത്തേക്ക് നമുക്ക് നിരവധി മറ്റ് ഹെഡുകളുള്ള സ്റ്റേക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തേക്ക് നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഹോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേക്കിന് എന്ത് വിളിക്കുന്നു? ടിൻമാൻസ് ആൻവിൽ, ടിൻമാൻസ് ഹോൾസ്, ഹാച്ചറ്റ് സ്റ്റേക്ക്, ഫണൽ സ്റ്റേക്ക്. ഓപ്ഷൻ ബി. അപ്പോ എനിക്ക് ഒരു ഓപ്ഷൻ സിയും ഒക്കെ വന്നു കണ്ടു. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അത് നമ്മളുടെ ഹാച്ചറ്റ് സ്റ്റേക്ക് അല്ല. ഹാച്ചറ്റ് സ്റ്റേക്ക് നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് 90 ഡിഗ്രി ഒക്കെ നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഹാച്ചറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നുണ്ടാവുക. ഫണൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫണൽ സ്റ്റേക്ക് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ്. അപ്പൊ ആ ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് ഏകദേശം ഒന്ന് കൊണ്ടുവന്നാൽ മതിയാകും. നമുക്ക് ഉത്തരം കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ടിൻമാൻസ് ഹോൾസ് എന്നറിയപ്പെടുന്നത് ആ ഒരു സ്റ്റേക്കാണ്. നമ്മുടെ ആ ഒരു സ്റ്റേക്കാണ് ഇത്തരത്തിലുള്ള സ്ക്വയർ ടൈപ്പഡ് ആയിട്ടുള്ള ഹോളുകളൊക്കെ ഉണ്ടാവും. അതിനകത്തേക്ക് നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഹെഡുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സ്ക്വയർ ഹോൾ ഓഫ് ദ റിസെപ്ഷൻ ഓഫ് വൈഡ് വെറൈറ്റീസ് ഓഫ് ഹെഡ്. അപ്പൊ ടിൻമാൻസ് ഹോൾസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: എ ഡാഷ് ഈസ് ആൻ എഡ്ജ് ഓർ ബോർഡർ മെയ്ഡ് ബൈ ഫോൾഡിംഗ്. ഡാഷ് ഈസ് ആൻ എഡ്ജ് ഓർ ബോർഡർ മെയ്ഡ് ബൈ ഫോൾഡിംഗ്. ഓപ്ഷൻ എ ജോയിന്റിംഗ്, ഓപ്ഷൻ ബി സീം, ഓപ്ഷൻ സി hem, ഓപ്ഷൻ ഡി നോച്ചിങ്. ഓപ്ഷൻ സി hem. ഓപ്ഷൻ സി തന്നെയാണ്, സംശയം വേണ്ട, റൈറ്റ് ആൻസർ ആണ്. ഹെം തന്നെയാണ് അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഒരു എഡ്ജ് അല്ലെങ്കിൽ ബോർഡർ ചെയ്യുന്നുണ്ടാവും. നമുക്ക് ഷീറ്റ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എഡ്ജ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ ബോർഡർ ചെയ്തോ അല്ലെങ്കിൽ ഇത്തരത്തിൽ 180 ഡിഗ്രി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, തിരിച്ചു വെക്കുന്നുണ്ടാവും അല്ലെ, ഫോൾഡ് ചെയ്തുകൊണ്ട് വെക്കുന്നുണ്ടാകും. സോ അത് നമ്മൾ വിളിക്കുന്ന പേര് ഹെം തന്നെയാണ് കേട്ടോ. ഹെം തന്നെയാണ്. സോ ഹെം is an edge or border made by folding. അപ്പം നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, hem is an edge or border made by folding. Hem are commonly used to reinforce an edge. ഇത്തരത്തിൽ എഡ്ജിന്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് ഹെം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈഡ് ബേഴ്സ് ആൻഡ് റൗണ്ട് എഡ്ജസ് ആൻഡ് ഇംപ്രൂവ് അപ്പിയറൻസ്. ഇതിൽ റൗണ്ട് എഡ്ജസ് ഒക്കെ അല്ലെങ്കിൽ ബർറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹൈഡ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് നമ്മൾ വൃത്തിയാക്കി അല്ലെ അപ്പിയറൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു റിജിഡിറ്റി, ആ ഒരു റീഇൻഫോഴ്സ്മെന്റ്, ആ ഒരു എഡ്ജിനൊക്കെ കൃത്യമായിട്ടൊരു സ്ട്രെങ്ത് കൊടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഹെമ്മിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ഇത്തരത്തിൽ 180 ഡിഗ്രി, സാധാരണഗതിയിൽ 180 ഡിഗ്രി ആണ് നമ്മൾ എന്താണ് ഇത്തരത്തിൽ 180 ഡിഗ്രി ചരിച്ചായിരിക്കും നമ്മൾ ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. അപ്പം ഫ്ലാറ്റ് ഹെം ഉണ്ട്, ഓപ്പൺ ഹെം ഉണ്ട്, റോൾഡ് ഹെം ഉണ്ട്, അതുപോലെ തന്നെ ടിയർ ഡ്രോപ്പ് ഹെം ഉണ്ട്, റോപ്പ് ഹെം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പുകൾ ഉണ്ടെന്ന് ജസ്റ്റ് ഓർത്തിട്ടാൽ മതി. അത്ര ഡെപ്തിലേക്കൊന്നും പോകേണ്ട. തൽക്കാലം ഇങ്ങനെയൊക്കെയുള്ള ഹെമ്മുകൾ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. സോ എന്താണ് ഹെം എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ദാറ്റ് ഈസ് യൂഷ്വലി ഹെമ്മിങ് അലവൻസ്. അപ്പോൾ ഈ പറഞ്ഞ ഹെമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെമ്മിങ് എന്ന് പറഞ്ഞ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യം വരാൻ സാധ്യതയുള്ളത്, യൂഷ്വലി ഹെമ്മിങ് അലവൻസ് ഈസ് ഗിവൺ ഇൻ ഷീറ്റ് മെറ്റൽ ഈസ് ഡാഷ്. Hemming allowance is given in sheet metal is dash. 3 to 4 times the thickness of sheet, 5 to 6 times the thickness of sheet, 1 to 2 times the thickness of sheet, none of the above. B ആണ്. B 5 to 6 times അല്ലെ, 5 to 6 times. അപ്പോൾ B 5 to 6 times അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓപ്ഷൻ എ തന്നെയാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ മിനിമം എത്ര വേണമെന്ന് അറിയാവോ?
മിനിമം നമ്മൾ അലവൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് അഡീഷണൽ ആ ഒരു മടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഷീറ്റ് മെറ്റലിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം എത്ര 4 mm? 4 mm ആണ് കേട്ടോ, 4 mm. അപ്പൊ ഒരു മിനിമം ഒരു 4 mm നമ്മൾ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ നമ്മൾ ഹെം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ തിക്നെസ് വേരിയേഷൻ വരുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ തിക്നെസിന്റെ അനുസരിച്ച് ഒരു 3 to 4 times ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അത്രയും ലെങ്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിനെ മടക്കി എടുക്കാൻ സാധിക്കുള്ളൂ. ആ മടക്കി എടുക്കുന്നതിനാണ് നമ്മൾ ഹെമ്മിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന അലവൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ വേണം. ദാറ്റ് ഈസ് 3 to 4 times ദ തിക്നെസ് ഓഫ് ഷീറ്റ് ആണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഹെമ്മിങ്ങുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ഹെം എന്ന് പറയുന്നത് യൂഷ്വലി hemming allowance will be 3 to 4 times the thickness of the sheet to be hemmed, subjected to a minimum of 4 mm. അത് മിനിമം ഒരു 4 mm എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നോക്കിയിരുന്നാൽ മതി. മിനിമം 4 mm മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഫ് ദ ഹെമ്മിംഗ് വിഡ്ത്ത് ഈസ് മോർ, റിങ്കിൾസ് ആർ ഫോംഡ് അറ്റ് ദ ഹെംഡ് എഡ്ജസ്. അതായത് ഇപ്പൊ വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പം ഇതിന്റെ ആ ഒരു വിഡ്ത്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, റിങ്കിൾസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം, അല്ലെ അതൊരു ഡാമേജ് ആണ്. റിങ്കിൾസ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്തരത്തിൽ എന്താണ് 90 ഡിഗ്രി ഫോൾഡ്, ഓപ്പൺ, ടൈറ്റ് ആയിട്ടൊക്കെയുള്ള രീതിയിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ഹെം എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഹെമ്മിങ് അല്ലെങ്കിൽ ഹെമ്മുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്: dash are employed when joining light and medium gauge metals. Dash are employed when joining light and medium gauge metals. ഗ്രൂവ്, സീം, അതുപോലെ തന്നെ ഹെം, നോച്ചിങ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സീം. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ സീം തന്നെയാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, സീം ആണ് വരുന്നുണ്ട്. അപ്പൊ കേട്ടോ, അപ്പൊ ഇത്തരത്തിൽ ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ഗേജ് മെറ്റൽസ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലെ ജോയിനിങ് മെത്തേഡ് സീം എന്ന് പറയുന്നത്. സീം ജോയിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ കൂടിക്കഴിഞ്ഞാൽ, ഗേജസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ വെൽഡിങ്ങും മറ്റ് സോൾഡറിങ്ങും പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സീംസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ സീംസ് ആർ എംപ്ലോയിഡ് വെൻ ജോയിനിങ് ലൈറ്റ് ആൻഡ് മീഡിയം ഗേജ് മെറ്റൽസ്. അതിൽ ലൈറ്റ് ആയിട്ടുള്ളതും മീഡിയം ഗേജസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഷീറ്റ് മെറ്റീരിയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീംസ് എന്ന് പറയുന്നത്. സീം. ഓക്കെ, അപ്പോൾ സീം ജോയിന്റ് ദ എഡ്ജ് ഓഫ് ടു മെറ്റീരിയൽ, ലൈക്ക് ഇത്തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള സീമിങ് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ സ്റ്റാൻഡിങ് സീം, ഫ്ലാറ്റ് ലോക്ക് സീം, ഗ്രൂഡ് ഫ്ലാറ്റ് ലോക്ക് സീംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ പല തരത്തിലുള്ള സീമുകളുടെ സഹായത്തോടുകൂടി നമ്മൾ ആ ഒരു ജോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, ജോയിനിങ് ലൈറ്റ് ആൻഡ് മീഡിയം ഗേജ് മെറ്റൽസ് നമ്മൾ സാധാരണഗതിയിൽ സീം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഡാഷ് സീമുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം: ഡാഷ് സീം ഈസ് യൂസ്ഡ് ആസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ കോർണർ സീം ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് പൈപ്പ് സച്ച് ആസ് ഡക്ട് വർക്ക്. പൈപ്പ്, യെസ്, റൈറ്റ് ആൻസർ തന്നെയാണ്. പിറ്റ്സ്ബർഗ് സീം ആണ്, അല്ലെ, പിറ്റ്സ്ബർഗ് സീം ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഇത്തരത്തിലുള്ള പിറ്റ്സ്ബർഗ് സീം എന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള കോർണർ സീം ആണ്. കോർണറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വേരിയസ് ടൈപ്പ് ഓഫ് പൈപ്പ് അല്ലെങ്കിൽ ഡക്ട് വർക്ക്, നമ്മുടെ AC ഡക്ട് വർക്കുകൾക്കൊക്കെ നമ്മൾ MEP ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഡക്ട് വർക്കുകൾക്കൊക്കെ സാധാരണഗതിയിൽ കൂടുതലും യൂസ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഇത്തരത്തിൽ പിറ്റ്സ്ബർഗ് സീമുകൾ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, അപ്പോ പിറ്റ്സ്ബർഗ് സീമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 പോയിന്റ് ഇത്രയേ ഉള്ളൂ. സീം ഓൾസോ നോൺ ആസ് ഹാമർ ലോക്ക് ഓർ ഹോബോ ലോക്ക്. ഈ 2 പേരുകളോടും ഓർത്തിരിക്കാം. ഹാമർ ലോക്ക് എന്നും അതുപോലെ തന്നെ ഹോബോ ലോക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. ദ സീം ഈസ് യൂസ്ഡ് ആസ് എൻ ലോഞ്ചിറ്റ്യൂഡിനൽ കോർണർ സീം for various types of pipes such as duct work. അത്തരത്തിൽ ഡക്ട് വർക്കുകൾക്ക് നമ്മൾ സാധാരണ ലോഞ്ചിറ്റ്യൂഡിനൽ കോർണർ സീം ആയിട്ടൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. The single lock is placed in the pocket lock and the flange is hammered over step by step. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട മറ്റൊരു ഷീറ്റ് എന്നിരിക്കട്ടെ. ഇത് മറ്റൊരു ഷീറ്റാണ്. അപ്പൊ ഈ രണ്ടുകൂടെ ചേർത്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടതാണ്. രണ്ടുകൂടെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഒരു പോക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പോക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഈ 2 ഷീറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ പോക്കറ്റ് മെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ പോക്കറ്റിലേക്കാണ്. ഇത് നമ്മുടെ പോക്കറ്റ് ഇരിക്കട്ടെ. ഈ പോക്കറ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അഡീഷണൽ വരുന്ന നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആ ഒരു ഷീറ്റ് മെറ്റൽ കയറ്റി വെക്കുന്നുണ്ടാവുക. സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഹാമർ ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലാണ് നമ്മൾ ആ ഒരു പിറ്റ്സ്ബർഗ് സീം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട്, അതാണ് നമ്മുടെ ആ ഒരു പിറ്റ്സ്ബർഗിന്റെ ഒരു ടൈപ്പ്. ഇവിടെ ഇങ്ങനെ പോക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്തു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മെയിൽ എഡ്ജ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു ജോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഹാമർ ചെയ്തിട്ട് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സോ അതാണ് പിറ്റ്സ്ബർഗ് സീം എന്ന് പറയുന്നത്. സോ പിറ്റ്സ്ബർഗ് സീമുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡക്ട് വർക്കുകളിൽ അല്ലെങ്കിൽ പൈപ്പ്, അല്ലെ, പൈപ്പിങ്ങിലും ഡക്ട് വർക്കുകളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ കോർണർ സീമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പിറ്റ്സ്ബർഗ് സീമാണ്. രണ്ടാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് ഹാമർ ലോക്ക് എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഹോബോ ലോക്ക് എന്നറിയപ്പെടുന്നതും ഇത്തരത്തിലുള്ള പിറ്റ്സ്ബർഗ് സീമുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വെൻ മേക്കിംഗ് സെൽഫ് സെക്യൂർഡ് ജോയിന്റ് അല്ലെങ്കിൽ സീം, വെൻ മേക്കിംഗ്
self-secured joint അല്ലെങ്കിൽ seam, it is necessary to provide material for the preparation of edges, seams. The extra material is called dash. Double seam, extra limit, allowance, tolerance. ഏതായിരിക്കും വരുന്നുണ്ടാവുക? സംശയമൊന്നും വേണ്ട, സി തന്നെയാണ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റെല്ലാ പരിപാടികൾക്കും നമുക്ക് എന്താണ് ഇത്തരത്തിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് ഷീറ്റ് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്നതിന് എന്താ വിളിക്കുക? അലവൻസ് എന്ന് പറയുന്നു. ഓക്കെ, നോർത്തിതാ മതി. ബേസിക് ആയിട്ടുള്ള ഒരു ടേമാണ് അലവൻസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: dash is made by lapping the edge of one piece over the another piece and soldered. അതെ, പറഞ്ഞ രീതിയിൽ ഒരു പീസ് എടുത്ത് വെച്ചു, അതിനുശേഷം അതിന് മുകളിലേക്ക് മറ്റൊരു പീസ് എടുത്ത് വെച്ച് ലാപ്പ് ജോയിന്റ് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ സോൾഡർ ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ ലാപ്പിംഗ് അതിനെന്താ വിളിക്കുക? ഏത് സീം എന്നാ വിളിക്കുക? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ എന്തായിരിക്കും ഓപ്ഷൻ? ലാപ്പ് സീം. സംശയമൊന്നുമില്ല, ലാപ്പ് സീം. അപ്പൊ ഇവിടെ ലാപ്പ് സീം ആണ് ഇസ് മെയ്ഡ് ബൈ ലാപ്പിംഗ് ദ എഡ്ജ് ഓഫ് വൺ പീസ് അല്ലെ. ഒന്നാമത്തെ പീസ് ഇത് രണ്ടാമത്തെ പീസ് ഇരിക്കട്ടെ. ഇത്തരത്തിൽ ഒന്നാമത്തെ പീസിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ പീസിന്റെ മുകളിലേക്ക് ഒന്നാമത്തെ പീസ് നമ്മൾ എന്ത് ചെയ്തു? ലാപ്പ് ചെയ്ത് വെച്ചു, അതിനുശേഷം നമ്മൾ സോൾഡർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഗ്രൂവ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നില്ല അല്ലെ. ഇത്തരത്തിൽ നമ്മൾ ഇവിടെ ജോയിന്റ് ബൈ സോൾഡറിംഗ് ആണ് അല്ലെ. സോൾഡറിംഗിലൂടെയാണ് നമുക്ക് ആ ഒരു സീം കിട്ടുന്നുണ്ടാവുക. സോ ഇത് ഇത്തരത്തിൽ ഓർത്താൽ മതി. പ്ലെയിൻ ലാപ്പ് ഉണ്ട്, സങ്ക് ലാപ്പ് ഉണ്ട്, ഇൻസൈഡ് ലാപ്പ് ഉണ്ട്, ഔട്ട്സൈഡ് ലാപ്പ് ഉണ്ട്. അങ്ങനെ നിരവധി ലാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. സോ ലാപ്പ് സീം ഈസ് മെയ്ഡ് ബൈ ലാപ്പിംഗ് ദ എഡ്ജ് ഓഫ് വൺ പീസ് ഓവർ ദ അതർ പീസ് ആൻഡ് സോൾഡേർഡ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഇത്തരത്തിൽ ലാപ്പ് സീം ഒക്കെ നമ്മൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? അത് സോൾഡേർഡ് ആണെന്നുള്ള കൂടി ഓർത്തിരിക്കുക. സോൾഡറിംഗ് പർപ്പസിലൂടെയാണ്, സോൾഡറിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെയാണ് നമ്മളത് അത് കണക്ട് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇഫ് ദ സീം is formed using grooved mandrel, then it is called a dash. Internal grooved, external grooved, double hem, lap seam. Internal grooved. Option A, internal grooved joint. So കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ്, ഓപ്ഷൻ എ തന്നെയാണ്. സോ സീം ഈസ് ഫോംഡ് യൂസിങ് ഗ്രൂവ്ഡ് മാൻഡ്രിൽ. അപ്പൊ ഗ്രൂവ്ഡ് മാൻഡ്രിലിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂവ്ഡ് ജോയിന്റ് ഇന്റേണൽ ഗ്രൂവ്ഡ് ജോയിന്റ്. അപ്പൊ പ്രധാനമായിട്ടും എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട്. അപ്പൊ ഇത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ജോയിന്റ് ആണ് നമ്മൾ ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള ജോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇത്തരത്തിൽ ഗ്രൂവ് ചെയ്യുന്നുണ്ടാവും. സോ ഗ്രൂവറിന്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഗ്രൂവ് ചെയ്യുന്നുണ്ടാവും, ടൈറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഷേപ്പിനകത്ത് നമ്മൾ ഇങ്ങനെ വെച്ചു, പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്റ്റേണൽ ഗ്രൂവ്ഡ് എന്ന് പറയുന്നു. എന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടൊന്നും തള്ളി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് കുറച്ച് ഉള്ളിലേക്ക് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് സർഫസ് കൃത്യമായിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ഇന്റേണൽ ഗ്രൂവ്ഡ് മാൻഡ്രിൽസിന്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു പ്രൊജക്ഷൻ അങ്ങ് അകത്താക്കും അല്ലെ. ഇത്തരത്തിൽ പ്രൊജക്ഷൻ അങ്ങ് അകത്താക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സർഫസ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും, ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം വന്ന എന്തായിരുന്നു? ഇന്റേണൽ ദാറ്റ് ഈസ് ഇന്റേണൽ ലോക്കൽ ഗ്രൂവ് ജോയിന്റുകൾ അല്ലെങ്കിൽ ഗ്രൂവ്ഡ് മാൻഡ്രിൽസ് എവിടെ യൂസ് ചെയ്യുന്നതാണ് ചോദ്യം വന്നത്. സോ ഇത്തരത്തിൽ ഗ്രൂവ്ഡ് മാൻഡ്രിൽസ് നമ്മൾ എവിടെയാണ് ഇന്റേണൽ ലോക്കൽ ഗ്രൂവ്ഡ് ജോയിന്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ ഹാൻഡ് ഗ്രൂവർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് കാസ്റ്റ് സ്റ്റീൽ. സംശയമൊന്നും വേണ്ട, റൈറ്റ് ആൻസർ ആണ് കാസ്റ്റ് സ്റ്റീൽ. അപ്പം കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഹാൻഡ് ഗ്രൂവർ നിർമ്മിച്ചിരിക്കുന്നത്. ചോദ്യം ഇത്രേ ഉള്ളൂ, കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഹാൻഡ് ഗ്രൂവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന സാധനമാണ് നമ്മുടെ ഹാൻഡ് ഗ്രൂവർ എന്ന് പറയുന്നത്. ഹാൻഡ് ഗ്രൂവർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണെന്ന് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് യൂസ് ടു മേക്ക് എക്സ്റ്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിന്റ്. ഇത്തരത്തിൽ എക്സ്റ്റേണൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എക്സ്റ്റേണൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എക്സ്റ്റേണൽ ഗ്രൂവ്ഡ് ലോക്ക് ജോയിന്റ് നിർമ്മിക്കാൻ വേണ്ടി ഹാൻഡ് ഗ്രൂവർ. അതല്ല നമ്മളുടെ മാൻഡ്രിൽ ഗ്രൂവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതിയാകും കേട്ടോ. ഓക്കെ, ഹാൻഡ് ഗ്രൂവർ ഈസ് സ്പെസിഫൈഡ്. ഈ പറഞ്ഞ ഹാൻഡ് ഗ്രൂവർ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഗ്രൂവ് ഓഫ് ദ ഗ്രൂവർ. ആ ഒരു സൈസ് ഗ്രൂവ്, ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ടാവും, ആ ഗ്രൂവിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ഗ്രൂവർ സെലക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദാറ്റ് ഈസ് ദ വയറിംഗ് അലവൻസ് പ്രൊവൈഡഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഹാവിംഗ് തിക്നെസ് T and D. അപ്പം വയറിംഗ് അലവൻസ്, അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള ആ ഒരു എഡ്ജ് വന്നിട്ട് വയർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നുണ്ടാവും അല്ലെ, വയറിംഗ് അലവൻസ്. അപ്പൊ വയറിംഗ് അലവൻസ് വന്നിട്ട് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഹാവിംഗ് തിക്നെസ്, ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് T ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആ ഒരു വയർ ഡയമീറ്റർ ഉദ്ദേശിക്കുന്നത് D ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് എന്നുള്ളതാണ് അലവൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2.5 into D into T. ഓപ്ഷൻ ബി 2.5 plus D into T. ഓപ്ഷൻ സി 2.5 into D plus T. ഓപ്ഷൻ ഡി 2.5 divided by D into T.
Option C. ഓപ്ഷൻ സി തന്നെയാണ് ദാറ്റ് ഈസ് 2.5 ഇൻറ്റു ഡി പ്ലസ് ടി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവരെ എടുത്ത് പറയുന്നുണ്ട് വയറിംഗ് അലവൻസ് ഈസ് നത്തിങ് ബട്ട് ദ എമൗണ്ട് ഓഫ് അഡീഷണൽ ലെങ്ത്. നമുക്കറിയാം അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലായ്പ്പോഴും ഷീറ്റ് മെറ്റൽ കൊടുക്കുന്ന അഡീഷണൽ ലെങ്ത് തന്നെയാണ്. ഇവിടെ വയറിംഗ് എന്ന് പറയുന്ന പ്രോസസ് മീൻസ് ആ ഒരു വയറിംഗ് എന്ന് പറയുന്ന ആ ഒരു എഡ്ജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ അലവൻസ് കൊടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. സോ ഷീറ്റ് മെറ്റൽ ടു റാപ്പ് അറൌണ്ട് ദ വയർ ടു മേക്ക് വയർ എഡ്ജ്. ആ ഒരു വയറിന്റെ മുകളിലൂടെ നമുക്ക് ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഷീറ്റ് മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള അലവൻസിനെയാണ് വയറിംഗ് അലവൻസ് എന്ന് പറയുന്നത്. ഈ വയറിംഗ് അലവൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പറഞ്ഞ 2.5 ഇൻറ്റു ഡി പ്ലസ് ടി എന്നുള്ള ബേസിക് ഇക്വേഷൻ ഓർത്തുന്നാൽ മതി. ഈ ഒരു ഫോർമുലയിൽ കൂടിയാണ് നമ്മൾ ആ ഒരു വയറിംഗ് അലവൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടാവുക. ഡിപ്പെൻസ് അപ്പോൺ ഡി ആൻഡ് ടി. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം വയറിംഗ് അലവൻസ് ഈസ് ഡിപ്പെൻസ് അപ്പോൺ, ഈ വയറിംഗ് അലവൻസ് എന്തുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിക്നെസ്സും അതുപോലെ തന്നെ ആ വയറിന്റെ ഡയമീറ്റർ എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, വയറിന്റെ ഡയമീറ്ററും അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദ ഷീറ്റുമാണ് കൃത്യമായിട്ട് വയറിംഗ് അലവൻസിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഓപ്ഷൻ അല്ല, ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദ വയർ ആൻഡ് ടി എന്ന് പറയുന്ന തിക്നെസ് ഓഫ് ദ ഷീറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും വയറിംഗ് അലവൻസുമായി ബന്ധപ്പെട്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. The sheet will bend against the radius of the edge of the dash. The sheet will bend against the radius of the edge of the dash. Option A പറയുന്നത് wipe die, option B punch, option C pressure pad, option D cushion. Pressure pad. Okay. Option D. Option A. ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം വരിക എന്തായിരിക്കും? ഓപ്ഷൻ എ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം വരിക. അപ്പൊ പ്രഷർ പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൃത്യമായിട്ട് ആ ഒരു ഷീറ്റ് മെറ്റലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പ്രഷർ പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എഡ്ജ് അല്ലെങ്കിൽ വൈപ്പ് ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ എന്താണ് ആ ഒരു റേഡിയസിലേക്ക് എത്തുന്ന സമയത്ത്, റേഡിയസ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണല്ലോ, ഒരു റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണല്ലോ ഇത്തരത്തിൽ ബെൻഡ് ചെയ്തെടുക്കല്ലേ. അപ്പൊ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒരു ഡൈ ഉണ്ടല്ലേ. അപ്പൊ ഇത് നമ്മളുടെ ആ ഒരു പഞ്ച്, ഇതാണ് ഡൈ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രഷർ പാഡ്. ഇതാണ് പ്രഷർ പാഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പഞ്ച് ഉണ്ടാകും. ഇതാണ് നമ്മുടെ ഡൈ എന്ന് പറയുന്നത്. സോ പ്രഷർ പാഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു ഷീറ്റ് മെറ്റലിനെ കൃത്യമായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ടാവും, പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് കൃത്യമായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പ്രഷർ പാഡ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റ് എന്ന് പറയും. അപ്പൊ അത് കുഴപ്പമില്ല. ഈ പറഞ്ഞ മോൾഡ് ആൻഡ് ഡൈയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പഞ്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ഡൈസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ടേമുകൾ വരുന്നുണ്ടാവുക. എനിവേ വൈപ്പ് ബെൻഡിങ് റിക്വയർസ് ഷീറ്റ് ടു ബി held against the wipe die by pressure. ഇത്തരത്തിൽ പ്രഷർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ പ്രഷർ പാഡിന്റെ സഹായത്തോട് പ്രഷർ കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഡൈയുടെ എതിരെ വെക്കണം. സോ അതിനുശേഷം എന്താണ് ദ പഞ്ച് ദെൻ പ്രസ് അഗൈൻസ്റ്റ് ദ എഡ്ജ്. ഈ പറഞ്ഞ പഞ്ചിന്റെ സഹായത്തോടെ നമ്മൾ എന്ത് പ്രഷർ ചെയ്യുന്നുണ്ടാവും. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എഡ്ജ് റേഡിയസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ബെൻഡ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. സോ പഞ്ച് ദെൻ പ്രസ് അഗൈൻസ്റ്റ് ദ എഡ്ജ് ഓഫ് ദ ഷീറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഡൈ ആൻഡ് പാർട്ട്. ദ ഷീറ്റ് വിൽ ബെൻഡ് അഗൈൻസ്റ്റ് ദ റേഡിയസ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വൈപ്പ് ഡൈ. ഇത്തരത്തിൽ ആ ഒരു ഷീറ്റ് അവസാനം നമ്മൾ ബെൻഡ് അഗൈൻസ്റ്റ് ദ റേഡിയസ് ഓഫ് ദ എഡ്ജ് ഓഫ് ദ വൈപ്പ് ഡൈ. ഇത്തരത്തിൽ വൈപ്പ് ഡൈയുടെ ആ ഒരു റേഡിയസ് അനുസരിച്ച് നമുക്ക് എന്താണ് ഇത്തരത്തിൽ ബെൻഡ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈപ്പ് ബെൻഡിങ് അല്ലെങ്കിൽ എഡ്ജ് ബെൻഡിങ് ആണ്. നമ്മൾ ടൈപ്പ് ഓഫ് ബെൻഡിങ്ങിനകത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവുക. സോ എഡ്ജ് അല്ലെങ്കിൽ വൈപ്പ് ബെൻഡിങ് ഓർത്തിരിക്കാം. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാൻ. ചോദ്യം ഇതാണ്. ഡാഷ് ഈസ് ഡിഫൈൻഡ് ആസ് സെപ്പറേറ്റിംഗ് മെറ്റീരിയൽ ഇൻടു 2 parts. ഷിയറിംഗ്, പ്രസ്സിംഗ്, നോച്ചിങ്, കട്ടിംഗ്. ഷിയറിംഗ്. യെസ്, ഷിയറിംഗ് തന്നെയാണ് ഉത്തരം വരിക. ഷിയറിംഗ് തന്നെയാണ് ഉത്തരം വരിക. അതായത് 2 പാർട്ടായിട്ട് മാറ്റണമെങ്കിൽ, ഇത്തരത്തിലൊരു ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് 2 പാർട്ടായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഷിയറിംഗ് ആണ് നമ്മുടെ ഉത്തരം വരിക. ഷിയറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെപ്പറേറ്റിംഗ് മെറ്റീരിയൽ ഇൻടു 2 parts അല്ലെ. നോക്കി ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത്തരത്തിൽ പഞ്ചും ഡൈയും അവൈലബിൾ ആണ്, ഷീറ്റ് മെറ്റലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഷിയറിംഗ് പഞ്ചസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ഷിയർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അവരുടെ ക്ലിയറൻസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഷിയറിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് സെപ്പറേറ്റിംഗ് മെറ്റീരിയൽ ഇൻടു 2 parts. ഇറ്റ് യൂട്ടിലൈസസ് ഷിയറിംഗ് ഫോഴ്സ് ടു കട്ട് ദ ഷീറ്റ് മെറ്റീരിയൽ. ഷിയറിംഗ് ഫോഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് കൂടി ഓർത്തിരിക്കുക. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ മിനിമം വാല്യൂ ഓഫ് അലവൻസ് ഫോർ ഗ്രൂവ്ഡ് സീം ജോയിന്റ്. ദ മിനിമം വാല്യൂ ഓഫ് അലവൻസ് ഫോർ ഗ്രൂവ്ഡ് സീം ജോയിന്റ്. ഗ്രൂവ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ് ഗ്രൂവ്ഡ് സീം ജോയിന്റ്. അപ്പോൾ ഗ്രൂവ്ഡ് സീം ജോയിന്റിലുള്ള മിനിമം വാല്യൂ അലവൻസ്, മിനിമം വാല്യൂ എത്രയാണെന്നുള്ളതാണ്. W + 3T, W + 6T, W - 3T, W - 6T. അപ്പം W എന്ന് പറഞ്ഞ വിഡ്ത്ത് ആണ്, T എന്ന് പറഞ്ഞ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആണ്. ഓപ്ഷൻ എ തന്നെയാണ്. W + 3T ആണ് അല്ലെ. സോ ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് W + 3T. അപ്പോൾ നോക്കിയിരിക്കാം, ദാറ്റ് ഈസ് W + 3T ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സോ ഇതാണ് നമ്മുടെ ഗ്രൂവ്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് അല്ലെ, ഗ്രൂവ്ഡ് സീം ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആ ഒരു അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ W എന്ന് പറഞ്ഞ വിഡ്ത്ത് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള W ആണ്. സോ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു തിക്നെസിന്റെ T വരുന്നുണ്ട്, ഇവിടെ ഒരു തിക്നെസിന്റെ T വരുന്നുണ്ട്, ഇവിടെ ഒരു തിക്നെസ് T വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു T, ഇവിടെ ഒരു T,
ഇവിടെ ഒരു ടി, അങ്ങനെ 3 ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ പറയാം W പ്ലസ് 3 ടൈംസ് ടി ആണ് നമ്മുടെ ആ ഒരു ടോട്ടൽ അലവൻസ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പം അലവൻസ് ഫോർ ഗ്രൂവ്ഡ് സീം ഈസ് ദ width of the seam, that is W plus 3 times the thickness of the sheet അല്ലെ. W plus 3 times the thickness of the sheet ആണ് നമ്മുടെ ആ ഒരു എന്ത് ഗ്രൂവ്ഡ് സീം ജോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അലവൻസ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്: in blanking operation the clearance is given in option A die, option B equal in die and punch, option C punch, option D neither punch nor die. 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 Option die. Okay, the blanking operation the clearance is given in die ഉണ്ട് പഞ്ച് ഉണ്ട്, രണ്ടിലും ഈക്വൽ ആണെന്ന് പറയുന്നു. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പൊ ഇതിനകത്തൊരു കൺഫ്യൂഷൻ, ഡൈയും പഞ്ചും ആണ്. ഈക്വൽ ആയിട്ട് നമ്മൾ എന്തായാലും കൊടുക്കൂല, എന്തായാലും ഡൈയോ പഞ്ചോ ആവാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ്. അപ്പം പഞ്ചിങ് ഓപ്പറേഷനും ബ്ലാങ്കിങ് ഓപ്പറേഷനും. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പഞ്ചിങ് ഓപ്പറേഷൻ ആണ്, പഞ്ചിങ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പഞ്ചിങ് ഓപ്പറേഷൻ ആണെങ്കിൽ പഞ്ച് സൈസ് ഈസ് ഈക്വൽ ടു ഹോൾ സൈസ് ആണ്. പഞ്ച് സൈസ് ഈസ് ഈക്വൽ ടു ഹോൾ സൈസ്. അപ്പൊ നമ്മൾ ക്ലിയറൻസ് എവിടെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ഡൈയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്നാൽ അതുപോലെ തന്നെ ബ്ലാങ്കിങ് ഓപ്പറേഷൻ ആകുമ്പോൾ ഈ പറഞ്ഞത് ബ്ലാങ്ക് സൈസ് ഈസ് ഈക്വൽ ടു ഡൈ സൈസ് ആണ്. അപ്പൊ നമ്മൾ എവിടെയായിരിക്കും ക്ലിയറൻസ് കൊടുക്കുന്നുണ്ടാവുക? പഞ്ച്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഉത്തരം എന്താണ്? ബ്ലാങ്കിങ് ഓപ്പറേഷനകത്ത് ക്ലിയറൻസ് ഈസ് ഗിവൺ ഇൻ ഓപ്ഷൻ സി പഞ്ച്. ഓപ്ഷൻ സി പഞ്ച്. അപ്പൊ അത് ഓർത്തിരിക്കാം, അത് ഓർത്തിരുന്നാൽ മതി. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ബ്ലാങ്കിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, ബ്ലാങ്കിങ് പറയുന്ന ഓപ്പറേഷൻ അറിയാലോ. നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷീറ്റിന്റെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു വാഷറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കുലർ ഡിസ്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഡിസ്കുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവും. അപ്പോൾ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു സാധനം താഴേക്ക് വീഴുമല്ലോ. ഇതാണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള വർക്ക് പീസ് ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബ്ലാങ്കിങ് എന്ന് പറയാം. ഇത് നമ്മൾ എന്താണ് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ടാവും, അതാണ് നമ്മുടെ റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ബ്ലാങ്കിങ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ അതല്ല പഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പഞ്ചിങ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ഒരു ഹോൾ ഇടണം. അപ്പൊ ആ ഹോൾ ഇടുമ്പോൾ ബാക്കി താഴേക്ക് വരുന്ന സാധനം നമ്മൾ എന്താണ് സ്ക്രാപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതല്ല നമുക്ക് വേണ്ടത് ആ ഒരു ഹോളാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പഞ്ചിങ്ങും ബ്ലാങ്കും തമ്മിൽ ബേസിക് ആയിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പീസ് ഓഫ് മെറ്റൽ ഈസ് റിമൂവ്ഡ് ഫ്രം ദ ലാർജ് പീസ് ഓഫ് സ്റ്റോക്ക്. അല്ലെ, വലിയ സ്റ്റോക്കിൽ നിന്നും എന്താണ് പീസ് ഓഫ് മെറ്റൽ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടാകും. സോ റിമൂവ് പീസ് ഈസ് നോട്ട് സ്ക്രാപ്പ്. റിമൂവ് ചെയ്യുന്നത് സ്ക്രാപ്പ് അല്ല എന്നുള്ള ഓർത്താൽ മതി. അതാണ് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള സാധനം. എനിവേ ബ്ലാങ്ക് സൈസ് ഈസ് ഈക്വൽ ടു ഡൈ സൈസ്. ബ്ലാങ്കിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഡൈ സൈസ് തന്നെയാണ്. സോ ക്ലിയറൻസ് ഈസ് ഗിവൺ ഇൻ പഞ്ച്. പഞ്ചിലാണ് ക്ലിയറൻസ് കൊടുക്കുന്നുണ്ടാവുക. സോ പഞ്ച് സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ കുറച്ച് കുറവായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ക്ലിയറൻസ് ഉണ്ടാവും, രണ്ട് സൈഡിലും ക്ലിയറൻസ് ഉണ്ടാവും. സോ ബ്ലാങ്ക് സൈസ് മൈനസ് 2 ടൈംസ് ക്ലിയറൻസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പഞ്ച് സൈസ് എന്ന് പറയുമ്പോൾ ബ്ലാങ്ക് സൈസ് മൈനസ് 2 ടൈംസ് ക്ലിയറൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പഞ്ചിങ്ങും ബ്ലാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഒരു ക്ലിയറൻസും ആ ഒരു സൈസും എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ ഫോർ എ റൗണ്ട് ബ്ലാങ്ക് ഓഫ് ഡയ അല്ലെ, റൗണ്ട് ബ്ലാങ്ക് ഓഫ് ഡയ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്ലാങ്കിങ് ആണ്. അപ്പൊ ഇവിടെ നോക്കി DB അല്ലെ, ബ്ലാങ്കിങ്ങിന്റെ ഡയ DB കൊടുത്തിട്ടുണ്ട്, ക്ലിയറൻസ് C കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ബ്ലാങ്ക് സൈസ് ഈസ് ഈക്വൽ ടു ഡൈ സൈസ് ആണ്. അപ്പൊ നമ്മൾ എവിടെ കൊടുക്കുക? നമുക്കറിയാം പഞ്ചിലാണ് നമ്മൾ ക്ലിയറൻസ് കൊടുക്കുന്നുണ്ടാവുക. സോ പഞ്ചിൽ ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട്. സോ ബ്ലാങ്കിങ് പഞ്ച് എന്ന് പറയുമ്പോൾ ക്ലിയറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൈസ് കുറയ്ക്കണം അല്ലെ. ക്ലിയറൻസ് ഇവിടെ നോക്കി, ഇതാണ് നമ്മുടെ പഞ്ച്, ഇതാണ് നമ്മുടെ ഡൈ. ഇവിടെ നമ്മൾ ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലിയറൻസ് എവിടെ കൊടുക്കുന്നത്? പഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പൊ പഞ്ചിൽ നിന്നും എന്ത് കുറയ്ക്കുക? ഇത്തരത്തില് 2 ടൈംസ് ഇവിടുത്തെ സിയും കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമ്മൾ DB മൈനസ് 2C എന്ന് പറയുന്നത് അല്ലെ. പഞ്ചിൽ നിന്നും നമ്മൾ രണ്ട് സ്ഥലത്തു നിന്നും C കുറച്ചു, അതായത് ക്ലിയറൻസ് കുറച്ചു. സോ പഞ്ചിന്റെ ഡയമീറ്റർ DB മൈനസ് C എന്നുള്ള വാല്യൂയിലേക്ക് വരും. എന്നാൽ ബ്ലാങ്കിങ്ങിന്റെ കേസിൽ, ബ്ലാങ്കിങ് ഓപ്പറേഷന്റെ കേസിൽ ബ്ലാങ്ക് ഡൈ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ആ കറസ്പോണ്ടിങ് ഡയമീറ്റർ തന്നെയാണ് അല്ലെ. സോ ഈ പറഞ്ഞ രീതിയിൽ ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഓർത്താൽ മതി. ബ്ലാങ്ക് ഇസ് ഈക്വൽ ടു ഡൈ സൈസ് തന്നെ. എഴുത്തത്തിൽ ബാങ്കിനകത്ത് ഡൈ സൈസ് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. അവിടെ പഞ്ചസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവുക? ക്ലിയറൻസ് കൊടുക്കുക എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ രീതിയിൽ പഞ്ചിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പൊ പഞ്ചിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പഞ്ച് സൈസ് ഈക്വൽ ടു ഹോൾ സൈസ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ പഞ്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന എന്താ? ഹോളാണ്. അപ്പൊ ആ ഹോൾ വേണമെന്നുണ്ടെങ്കിൽ ഹോളിന്റെ സൈസ് എത്രയാണോ അതേ സൈസിൽ നമ്മൾ പഞ്ചിന്റെ സൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 50 mm ഒരു ഹോളാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പഞ്ച് സൈസ് എന്ത് തന്നെയാണ്? 50 mm തന്നെയാണ്.
എന്നാൽ ഈ പറഞ്ഞ രീതി ക്ലിയറൻസ് കൊടുക്കുന്ന എവിടെ ആയിരിക്കും, നമ്മളത് ഡൈയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ആഡ് ചെയ്യണം അല്ലെ, അത് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. പഞ്ച് മെയിൻറ്റെയിൻ ചെയ്തു, ഈ അതിന്റെ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 C ഉണ്ട്, അത് ആഡ് ചെയ്യണം എന്തിനോടൊപ്പം, പഞ്ചിനോടൊപ്പം. സോ ഇത്തരത്തിൽ ഈ പറഞ്ഞ രീതി DH+2C ആണ് നമ്മൾ അവിടെ ഈ പറഞ്ഞ ഹോൾ ഡയമീറ്റർ വരുന്നുണ്ടാവുക. ആ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിതാൽ മതി. ഇത്ര ഡെപ്തിലേക്കൊന്നും വരത്തില്ല, നമുക്കൊരു ഐഡിയ, ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. നമ്മൾ ചോദ്യം ഇത്തരത്തിലുള്ള ചോദ്യം തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. സാധാരണ വരുന്നെങ്കിൽ ഇത്രേ വരുള്ളൂ. ബ്ലാങ്കിങ് ഓപ്പറേഷനകത്ത് ക്ലിയറൻസ് എവിടെ കൊടുക്കുന്നു, പഞ്ചിങ് ഓപ്പറേഷനകത്ത് ക്ലിയറൻസ് എവിടെ കൊടുക്കുന്നു, ഈ 2 ചോദ്യം വരുള്ളൂ. അതൊരു ഐഡിയ നമുക്ക് വേണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത്ര ഡെപ്തിലേക്കൊന്നും പോകണ്ട. എന്നാലും ഈ ഒരു ചോദ്യം വന്നാൽ നമ്മളത് വിട്ട് കളയരുത്. ഓക്കെ ഫൈൻ. മറ്റു ചോദ്യം ഇതാണ്, ക്രിയേറ്റിംഗ് എ പാർഷ്യൽ കട്ട് ഇൻ ദ ഷീറ്റ്. ഒരു പാർഷ്യൽ ആയിട്ടുള്ള കട്ട് നമ്മൾ ഷീറ്റിൽ കൊടുത്തു. So that no material is removed, the operation is called dash. Slitting. എന്തിനാണ് സ്ലിറ്റിംഗ്? ഓക്കെ. സ്ലിറ്റിംഗ് ഓപ്ഷൻ. ഓക്കെ. then creating a ലാൻസിങ് ആണ് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം വരിക ക്രിയേറ്റിംഗ് എ പാർഷ്യൽ കട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് നോ മെറ്റീരിയൽ ഈസ് റിമൂവ്ഡ്, അവിടെ മെറ്റീരിയൽ റിമൂവ് നടക്കുന്നില്ല. ഓക്കെ ഫൈൻ. ഇവിടെ ഉത്തരം വരും എന്താണ്, ലാൻസിങ് ആണ് കേട്ടോ. ലാൻസിങ് ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്താണ് പാർഷ്യൽ കട്ട് എന്ന് ഉദ്ദേശിക്കുന്ന പ്രോപ്പറായിട്ട് മൊത്തം കട്ട് ആയില്ല എന്നുള്ളതാണ്. സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ഒരു സ്ലിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പാർഷ്യൽ കട്ട് എന്ന് എടുത്ത് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇത്തരത്തിൽ ലാൻസിങ് ഓപ്പറേഷൻ കൊടുക്കാം. കാര്യം എന്ന് വെച്ചാൽ എന്താണ്, മൊത്തമായും പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ കട്ട് ചെയ്ത്. അപ്പൊ സ്ലിറ്റിങ്ങിന്റെ ഫലമായിട്ട് ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് മെറ്റീരിയലൊക്കെ ചിലപ്പോൾ എന്താണ് പൂർണ്ണമായിട്ടും പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പാർഷ്യൽ കട്ടിംഗ് എന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പാർഷ്യൽ കട്ട് എന്നുള്ള എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻസിങ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. So that no material is removed and the material is left attached to the bend to be bent and form a shape such as tab, bend, louver അതൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ ലൂവേർഡ് ആയിട്ടുള്ള വിൻഡോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എന്താണ് ലൂവേർഡ് ആയിട്ടുള്ള വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള ഡോറുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. റെയിൽവേയുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കമ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള ഡോർസിന്റെ ഒക്കെ ഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ള ലൂവേർഡ് ആയിട്ടുള്ള ഡോർസുകളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പറേഷൻസുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട്. സോ ലാൻസിങ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ലാൻസിങ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ ഫൈൻ. സോറി, മറ്റു ചോദ്യത്തിലേക്ക് വരാം. പഞ്ചിങ് എ സീരീസ് ഓഫ് സ്മോൾ ഓവർലാപ്പിംഗ് സ്ലിറ്റ് ഓർ ഹോൾസ് എലോങ് എ പാത്ത് ടു കട്ട് ഔട്ട് എ ലാർജ് കോണ്ടൂർഡ് ഷേപ്പ്. അല്ലെ, ഇത്തരത്തിൽ പഞ്ച് ചെയ്യുന്ന സീരീസ് ഓഫ് ചെറിയ സ്ലിറ്റുകളായിട്ടോ ചെറിയ ഹോളുകളായിട്ടോ ഇങ്ങനെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് വലിയൊരു മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? ഷിയറിംഗ്, നിബ്ലിംഗ്, സ്ലിറ്റിംഗ്, ലാൻസിങ്. നിബ്ലിംഗ് തന്നെയാണ്. അപ്പൊ നിബ്ലിംഗ് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ നിബ്ലിംഗ് നമ്മൾ ഈ പറഞ്ഞ ഇതിൽ സീരീസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഒന്നെങ്കിൽ സ്ലിറ്റുകളോ ഹോളുകളോ നമ്മൾ കണ്ടിന്യൂസ് ഡ്രിൽ ചെയ്താലും മതി. ഇത്തരത്തിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഓവർലാപ്പ് ചെയ്ത് ഡ്രിൽ ചെയ്ത് ഷേപ്പിലേക്ക് നമുക്ക് എന്താണ് അവസാനം മൊത്തത്തിൽ അത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. സോ അത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോൾസ്, അതായത് ഡ്രില്ലിങ്ങും അതുപോലെ തന്നെ സ്ലിറ്റിങ്ങും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് നിബ്ലിംഗ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്തരത്തിൽ നമുക്ക് എന്താണ് വേണ്ടുന്ന രീതിയിൽ നമുക്ക് എന്താണ് വേണ്ട ഒരു ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഒരു നിബ്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ് കേട്ടോ, നിബ്ലിംഗ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ദ ടോളറൻസ് ഓഫ് ഡാഷ് ആർ പോസിബിൾ ഇൻ ഷേവിംഗ്. ഷേവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എത്രത്തോളം ടോളറൻസ് നമുക്ക് കിട്ടും? ഷേവിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഫൈൻ ബ്ലാങ്കിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ചുകൂടെ പ്രിസിഷൻ ആയിട്ടുള്ള വർക്കുകളാണ് ഷേവിംഗ് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ട്രിമ്മിങ്, ഷേവിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഷേവിങ്ങിനകത്ത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ളതാകുമ്പോൾ ടോളറൻസ് ലെവൽ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ദാറ്റ് ഈസ് 0.030 mm. ഓപ്ഷൻ ബി 0.40 mm. ഓപ്ഷൻ സി 0.025 mm. ഓപ്ഷൻ ഡി 0.050 mm. ഓപ്ഷൻ സി തന്നെയാണ്. 0.025 mm ആണ് ഷേവിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ടോളറൻസ് ഓഫ് 0.025 mm ആർ പെർമിസിബിൾ ആയിട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഷേവിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഷേവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിൽ നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ ഫിനിഷ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേവിംഗ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ മെറ്റീരിയൽ അവിടെ നിന്ന് ഷെയർ ചെയ്ത് പോകുന്നുണ്ടാവുള്ളൂ. സോ ഇത്തരത്തിൽ വളരെ ചെറിയ ഡൈകളിലൊക്കെ നമ്മൾ സാധാരണ വളരെ ചെറിയ ക്ലിയറൻസ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചുകൂടെ നമുക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഷേവിംഗ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സെപ്പറേറ്റിംഗ് എ പാർട്ട് ഫ്രം ദ റിമൈനിങ് ഷീറ്റ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി സ്ക്രാപ്പ്.
സെപ്പറേറ്റിംഗ് എ പാർട്ട് ഫ്രം ദ റിമൈനിങ് ഷീറ്റ്. ഒരു റിമൈനിങ് ഷീറ്റിൽ നിന്ന് നമുക്ക് പാർട്ട് റിമൂവ് ചെയ്യണം. പ്രൊഡ്യൂസിങ് വിത്തൗട്ട് എനി സ്ക്രാപ്പ്. നിബ്ലിംഗ് ഉണ്ട്, ഡിങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ കട്ട് ഓഫ് ഉണ്ട്, എംബോസിംഗ് ഉണ്ട്. Cut off. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരം വരിക. കട്ട് ഓഫ് ആണ് കേട്ടോ, കട്ട് ഓഫ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഈ പറഞ്ഞ എന്താണ് ഇത്തരത്തിലുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അഡീഷണൽ എന്ത് പോകുന്നില്ല, വേസ്റ്റ് മെറ്റീരിയൽ പോകുന്നില്ല. അപ്പം കട്ട് ഓഫും പാർട്ടിങ്ങും നമ്മളുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. ആ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ നമുക്ക് എന്താണ് അവിടെ ഒരു ഇത്രയും പോർഷൻ നമുക്ക് അവിടെ വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടാവും, സ്ക്രാപ്പ് ആയിട്ട് പോകുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമുക്ക് യൂട്ടിലൈസേഷൻ ഓഫ് ഷീറ്റ് മെറ്റൽ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ വേസ്റ്റേജ് റിഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കട്ട് ഓഫ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കട്ടിംഗ് ഓഫ് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവുക. സോ അതിനുശേഷം കട്ട് ഓഫ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ കൃത്യമായിട്ട് മെറ്റീരിയലൊന്നും അധികം വേസ്റ്റേജ് പോവാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക. സോ കട്ട് ഓഫ് സെപ്പറേറ്റിംഗ് എ പാർട്ട് ഫ്രം ദ റിമൈനിങ് ഷീറ്റ് വിത്തൗട്ട് പ്രൊഡ്യൂസിംഗ് എനി സ്ക്രാപ്പ് ഒന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. The punch will produce a cut line that may be straight, angled or curved. ഇത്തരത്തിൽ ഒന്നുകിൽ സ്ട്രെയിറ്റോ കർവ്ഡോ അല്ലെങ്കിൽ ആംഗിൾഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താണ് അവിടെ ആ ഒരു പഞ്ച് കൊണ്ട് നമുക്കൊരു കട്ടിംഗ് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്ന് ഓർത്തിരുന്നാൽ മതി കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. മറ്റൊരു ചോദ്യം, ദ അലൗൺസ് ഗിവൺ ഫോർ പാൻ ഡൗൺ ജോയിന്റ്. പാൻ ഡൗൺ ജോയിന്റിൽ നമ്മൾ അലൗൺസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 2W plus 3T, ഓപ്ഷൻ ബി 2W plus 2T, ഓപ്ഷൻ സി 3W plus 3T, ഓപ്ഷൻ ഡി 6W plus 6T. ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി 2W plus 2T തന്നെയാണ്. പാൻ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ വരാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പാൻ ഡൗൺ ജോയിന്റും ഉണ്ട്, നോക്കഡ് അപ്പ് ജോയിന്റും ഉണ്ട്. അപ്പൊ നോക്കഡ് അപ്പ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ നോക്കഡ് അപ്പ് ജോയിന്റ് ആണ് പാൻ ഡൗൺ ജോയിന്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട അലവൻസ് ഈ രണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ. അലവൻസ് എന്ന് പറഞ്ഞാൽ P is equal to ഹിയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് P ആണ് അല്ലെ. P is equal to 2W plus 2T ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് 2W plus 3T ആണെന്ന് കൂടി ഓർത്തിരിക്കാം. അതാണ് നമ്മുടെ നോക്കഡ് അപ്പ് ജോയിന്റും പാൻ ഡൗൺ ജോയിന്റുമായി ബന്ധപ്പെട്ട അലവൻസ് നമ്മൾ ഒരുപക്ഷെ ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓപ്പറേഷൻ ഇൻ ഷീറ്റ് മെറ്റൽ ഇൻ വിച്ച് നമ്പർ ഓഫ് യൂണിഫോംലി സ്പേസ്ഡ് ഹോൾ ആർ പഞ്ച്ഡ് ഈസ് കോൾഡ്. നമ്പർ ഓഫ് യൂണിഫോംലി ഷേപ്ഡ് ഹോൾ ആർ പഞ്ച്ഡ്. ഒരു പ്ലേറ്റ് എടുക്കുക, അതിനകത്ത് കുറെ ഹോളുകൾ ഇങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ വിളിക്കുക നിബ്ലിംഗ്, പെർഫറേറ്റിംഗ്, ഡ്രില്ലിംഗ്, എംബോസിംഗ്. ഏതായിരിക്കും? ഓപ്ഷൻ ബി പെർഫറേറ്റിംഗ്. റൈറ്റ് ആൻസർ ആണ് പെർഫറേറ്റിംഗ്. അപ്പൊ പെർഫറേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ ഉണ്ട്. ഇത്തരത്തിൽ നമ്മൾ യൂണിഫോം ആയിട്ട് എന്താണ് എൻ്റെ ഷീറ്റ് മെറ്റലിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഹോളുകളൊക്കെ ഇട്ടിട്ട് കാണാറുണ്ട് അല്ലെ. സോ വെന്റിലേഷൻ പർപ്പസുകൾക്കൊക്കെ നമ്മൾ സാധാരണ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെന്റിലേഷൻ പർപ്പസുകൾക്കൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാറുണ്ട്. ഭംഗിയുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് പെർഫറേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഓപ്പറേഷനാണ് പെർഫറേറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളുടെ നമ്മളുടെ ഒരു മോഡ്യൂളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ.